ഇന്നത്തെ വിഷയം നമ്മുടെ ക്രമം അനുസരിച്ചുകൊണ്ട് താരീഖ് അൽ ഇസ്ലാമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ച വിഷയം ചെറുതായി നിൽക്കുന്ന നമ്മൾ അനുസ്മരിക്കുന്നത് നന്നായിരിക്കും. ലോകം മുഴുവൻ വ്യാപിച്ച് ലോകത്തിലെ സർവ്വ വസ്തുക്കളെയും നശിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തുണ്ടായ വൻ പ്രളയം. ആ പ്രളയത്തിൽ നൂഹ് നബി അലൈഹി സ്വലാമും തന്നിൽ വിശ്വസിച്ചായിരിക്കുന്ന ഏതാനും വിശ്വാസികളും തന്റെ കുടുംബത്തിൽപ്പെട്ട ചിലരും ഒരു കപ്പൽ നിർമ്മിക്കുകയും അതിൽ അവർ രക്ഷപ്പെടുകയുമുണ്ടായി. അവരുടെ കപ്പൽ ആ പ്രളയത്തിന് ശേഷം അത് തുർക്കിയിലെ അറാറത്ത് പർവ്വത ശിഖരങ്ങളിലെ ശൃംഖലയിലെ ജൂതി പർവ്വത ശിഖരത്തിലാണ് അത് നങ്കൂരമിട്ടത്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രളയത്തിന് ശേഷം ഈ ഭൂമി ലോകത്ത് മനുഷ്യന്റെ രണ്ടാമതൊരു ഘട്ടം ആരംഭിക്കുകയായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ 3 സന്താനങ്ങളിൽ ഹാം, യാഫിസ്, സാമ്, അതുപോലെ ഹാമ്, ഈ 3 മക്കള് ആയിരുന്നു പ്രളയത്തിന് ശേഷം ജീവിച്ചിരുന്നവർ. 4മതൊരു മകൻ കൻആൻ കപ്പലിൽ കയറാൻ കൂട്ടാക്കാതെ പ്രളയത്തിൽ മുങ്ങി മരിച്ചു. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മക്കളായ സാമ്, അതുപോലെ ഹാമ്, യാഫിസ് ജസീറത്തുൽ അറബിന്റെ അറേബ്യൻ ഉപദ്വീപിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി. സാമ് ബാബിലോണിയയുടെ ഭാഗത്തേക്കും തിരിച്ചു. സാമ്, ഹാമ് എന്നൊക്കെ പറയുമ്പോൾ അവരും അവരുടെ സന്താന പരമ്പരകളും അവരുടെ മക്കൾ അങ്ങനെ ബാബിലോണിയയിൽ ഉള്ളായിരിക്കുന്ന ആളുകൾ കാലക്രമേണ അവർ വഴിപിഴച്ചുകൊണ്ട് വിഗ്രഹാരാധനകളിൽ ഏർപ്പെട്ടതുപോലെ തന്നെ നക്ഷത്ര, സൂര്യ, ചന്ദ്രാദികളെ അവർ ആരാധിച്ചു പോന്നിരുന്നു. ആ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ഭൂജാതനാകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വലിയ ദൗത്യത്തിന് അള്ളാഹു തആല ഏൽപ്പിച്ച് ആ നാട്ടുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെല്ലാവരെയും നന്മയിലേക്ക് ക്ഷണിച്ചിട്ടും അവരാരും സ്വീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവിടുന്ന് പോന്ന് മഹാനവറുകൾ അവിടുന്ന് പോന്ന് ഷാമിന്റെ ഭാഗത്തുള്ളായിരിക്കുന്ന അൽ ഖലീൽ പട്ടണത്തിലെത്തി. അൽ ഖലീൽ പട്ടണത്തിൽ എത്തിയപ്പോൾ അവിടെ വല്ലാത്ത വറുതിയും ക്ഷാമവും ഒക്കെ ആയപ്പോൾ അവിടെ നിന്ന് വിട്ടുകൊണ്ട് വീണ്ടും അദ്ദേഹം മിസ്രിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് വെച്ചുകൊണ്ടാണ് തന്റെ കൂടെ അവരുണ്ടായിരുന്നു, ഭാര്യ സാറാ ബീവി ഉണ്ടായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് അവിടുത്തെ ദുഷ്ടനായ രാജാവ് ഇവരെ പിടികൂടുകയും അനന്തരം അവനെ ആ മഹദിയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയെ ആ രാജാവ് ബലാത്കാരത്തിന് വേണ്ടി പിടിച്ചപ്പോൾ അതിന് സാധ്യമാവാതെ കണ്ട് അവരെ വിട്ടയക്കുന്ന കൂടെ ഒരു ഹദിയ എന്നുള്ള നിലക്ക് ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ ആകുന്ന അവരുടെ അടിമയെ
കൊടുത്തയക്കുകയും അങ്ങനെ ഈ 3 പേരോടും കൂടി താമസിക്കുമ്പോൾ 10-20 വർഷമായിട്ടും സാറാ ബീവിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സന്താനലബ്ധി ഉണ്ടാവാതിരുന്നപ്പോൾ സാറാ ബീവിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഹാജറ ബീവിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിവാഹം കഴിക്കുകയും അതിലൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന്റെ പേരാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും കുഞ്ഞിന്റെയും അവരോടുള്ള താരാട്ടലും സ്നേഹവും ഒക്കെ തന്നോടുള്ള സ്നേഹത്തിന് ഭംഗം വരുത്തുമോ എന്നുള്ള ഭയം കൊണ്ടോ മറ്റോ സാറാബിയുടെ നിർദ്ദേശപ്രകാരം ഹാജറ ബീവിയെയും മകനെയും മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടുന്നു. അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടാവുന്നു ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും മക്കയിലേക്ക് കൊണ്ടുപോകുവാൻ. അങ്ങനെ പഴയ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഫാറാൻ എന്ന് പറയുന്ന മക്കയിലെ അന്ന് കാബ ഷരീഫ് ചെറിയൊരു ഉയർന്ന സ്ഥലം പോലെ ഉയർന്നു കിടക്കുന്ന ചെറിയൊരു മണൽക്കൂന പോലെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചുറ്റുഭാഗങ്ങളിലൂടെയും ഒക്കെ മഴ പെയ്യുമ്പോൾ വരുന്നതായ മലവെള്ളമെല്ലാം അതിന്റെ 2 സൈഡുകളിലൂടെ അങ്ങ് ഒലിച്ചു പോകുന്ന അതിന്റെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മണൽക്കൂന പോലെ പൊന്തിക്കിടന്നിരുന്ന ഒന്നായിരുന്നു അന്നത്തെ കാബ. അന്ന് കാബ പുനർനിർമ്മിച്ചിട്ടില്ല. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപത്നിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ആരോരുമില്ലാത്ത വിജനമായ മരുഭൂമിയിൽ വിട്ടേച്ചു പോകുമ്പോൾ ഹാജറ ബീവി ചോദിച്ചു, ഞങ്ങളെ വിട്ടേച്ചു പോവുകയാണോ പ്രവാചകരെ? അവർ മറുപടി കൊടുത്തില്ല. 1, 2, 3 പ്രാവശ്യം ഇത് ചോദിച്ചിട്ടും അവർ മറുപടി കൊടുത്തില്ല. അവസാനം ഹാജറ ബീവി ചോദിച്ചു, ഇത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഞങ്ങൾ ഇവിടെ വിട്ടേച്ചു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് മാത്രം മറുപടി പറഞ്ഞു. അങ്ങനെ അവര് തങ്ങളുടെ പിതാവിന് ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ ഉപ്പ ഹാജറ ബീവിയുടെ ഭർത്താവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോകുന്നത് വരെ അവർ നോക്കി നിന്നു. അവരുടെ കൺവട്ടത്തിൽ നിന്ന് മറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നിന്നുകൊണ്ട് കാബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ഒരു ദുആ ചെയ്തു. റബ്ബിന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈറി ദി സറ. അല്ലാഹുവേ, എന്റെ കുടുംബത്തിൽപ്പെട്ടതായിരിക്കുന്ന എന്റെ സന്താനങ്ങളെ, എന്റെ ഭാര്യയെയും മക്കളെയും എന്റെ അഹലികാരിൽപ്പെട്ട ഒരു ഭാഗത്ത് ഞാൻ ഇവിടെ വിട്ടേച്ചു പോവുകയാണ്. ലിയുഖീമു സലാത്ത്. അവരിവിടെ വളർന്ന് വലിയ സമൂഹമായി വന്ന് ഇവിടെ നിന്റെ വിധിവിലക്കുകൾ നടപ്പിൽ വരുത്തി നിസ്കാരം നിലനിർത്തിക്കൊണ്ട് നല്ലൊരു സമൂഹമായിട്ട് മാറാൻ വേണ്ടി ഞാനിവിടെ വിട്ടേച്ചു പോവുകയാണ്. അതുകൊണ്ട് റബ്ബേ, ജനങ്ങളുടെ ഹൃദയത്തേക്ക് ഇവരിലേക്ക് ഇണക്കി കൊടുക്കണമേ എന്നുള്ളതായ വളരെ ഭക്തിപൂർണമായ ഒരു പ്രാർത്ഥന നടത്തുകയും ആ പ്രാർത്ഥന അക്ഷരം പ്രതി എന്നതിനപ്പുറം അല്ലാഹു തആല അത് നടപ്പിൽ വരുത്തുകയും അതിനുശേഷം ഇന്നേ കാലഘട്ടം വരെയുള്ളായിരിക്കുന്ന ഏകദേശം ഒരു 6000-ഓ 7000-ഓ 8000-ഓ വർഷങ്ങൾക്ക് ശേഷവും ആ സ്ഥലം ഇപ്പോഴും ജനനിബിഡമാണ്. ലോകത്തിന് നാനാഭാഗത്തു നിന്നും അന്ന് വിജനമായിരുന്ന സ്ഥലത്തേക്ക് ആളുകൾ വർഷം തോറും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിനായിട്ടും ഉംറക്കായിട്ടും ഇടതടവില്ലാതെ ലോകത്തിന് നാനാഭാഗത്തു നിന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് അവിടേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിട്ടേച്ചു പോയ ഹാജറ ബീവി തന്റെ മകനിക്ക് ദാഹം വന്നപ്പോൾ സഫാ മർവ കുന്നുകൾക്കിടയിലൂടെ ഓടുകയും വെള്ളത്തിനായി കേഴുകയും ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മലക്ക് പ്രത്യക്ഷപ്പെടുകയും ഇസ്മായിൽ അലൈഹി സ്വലാം കിടന്നിരുന്ന ഭാഗത്ത് മലക്ക് തന്റെ ചിറക് ആഴ്ത്തിക്കൊണ്ട് അവിടെ വെള്ളം ഉറവ പൊട്ടിക്കുകയും ചെയ്തു. അങ്ങനെ വെള്ളം ലഭിച്ചപ്പോൾ ദാഹം തീരുന്നതുവരെ അവർ കുടിച്ചു, തന്റെ മകനും കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇത് കണ്ട് അങ്ങ് അകലെ നിന്ന് വന്നിരുന്ന ഏകദേശം മക്കയുടെ അടുത്ത് താമസിച്ചിരുന്ന
ജുർഹും ഗോത്രക്കാര് അവരിങ്ങനെ അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ സന്ദർഭത്തിൽ അവർ വെള്ളവും പുല്ലുമുള്ള സ്ഥലം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതിനിടെ അവര് മുകളിലേക്ക് നോക്കിയപ്പോൾ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് അവർക്ക് കാണാനിടയായി. അവർ മക്കൾക്കടുത്ത് തന്നെ ഉള്ള ഏകദേശം അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത്. ആ പ്രദേശത്തൊന്നും വെള്ളം ലഭിക്കാനില്ലായിരുന്നു. അവർ വെള്ളം ലഭിക്കാൻ വേണ്ടി പുറത്തിറങ്ങി സഞ്ചരിച്ചപ്പോഴാണ് അങ്ങകലെ ഒരു സ്ഥലത്ത് പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അവരവിടേക്ക് കുതിച്ചപ്പോൾ അവിടെ ഒരു സ്ത്രീയും കുഞ്ഞും ഒരു വെള്ളത്തിന്റെ അരികിൽ വെള്ളം മുറയെ പൊട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ അരികിൽ ഇരിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വെള്ളം തടം കെട്ടി നിർത്തിയിരിക്കുന്നു. ഞങ്ങൾ ഈ വെള്ളത്തിൽ പങ്കുകാരാവട്ടെ എന്ന് അവർ ചോദിച്ചപ്പോൾ പങ്കുകാരായിക്കൊള്ളാൻ വേണ്ടി സമ്മതം കൊടുത്തു. അങ്ങനെ ആ ജുർഹും ഗോത്രക്കാര് അന്ന് മഹദിയായ ഹാജർ റളിയല്ലാഹു തആലാവിന്റെ അടുക്കൽ അവർ താമസിക്കുകയും അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം വളർന്ന് വന്ന് കുഞ്ഞായി കൗമാരപ്രായം കഴിഞ്ഞ് യുവാവായി ജുർഹും ഗോത്രക്കാരിൽ നിന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതുവരെയാണ് നമ്മൾ ഏകദേശം ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. എന്താ പിന്നെ അങ്ങനെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽ നിന്ന് വിവാഹം കഴിച്ചു. കഹ്താനി അറബികളായിരുന്നു ഈ ജുർഹും ഗോത്രക്കാര്. കഹ്താനികളെ കുറിച്ച് അദ്നാനികളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ വിവരിക്കുന്നുണ്ട്. കഹ്താനി വിഭാഗത്തിൽ നിന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ജുർഹും കബീലയിൽ നിന്ന് വിവാഹം കഴിക്കുകയും അറബി ഭാഷ പഠിക്കുകയും ചെയ്തു. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് അറബി ഭാഷ അറിയില്ലായിരുന്നു. അറബി ഭാഷ അറിയാത്ത ആളായിരുന്നു. കാരണം എന്തുകൊണ്ട്? തന്റെ ഉമ്മ ആരാണ്? ഹാജറ ബീവിയാണ്. ഉപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാഷ ഏതാണ് സഹോദരന്മാരെ? അബ്രാനിയായിരുന്നു, ഹിബ്രു ആയിരുന്നു. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ ഭാഷയായിരുന്നു ആരുടേത്? ഹാജറ ബീവിയുടേത്. ഉമ്മയുടെയും ഉപ്പയുടെയും ഭാഷ പഠിച്ചിരിക്കും സ്വാഭാവികമായിട്ടും. പക്ഷേ ഇവർ രണ്ടുപേരും എത്തിപ്പെട്ടത് മറ്റൊരു പ്രദേശത്താണ്, ജസീറത്തുൽ അറബിന്റെ ഹിജാസിന്റെ ഹൃദയഭാഗത്ത്, അതായത് മക്കയിൽ. അവിടെ ജുർഹും ഗോത്രക്കാരിൽ നിന്ന് അറബി ഭാഷ വശത്താക്കുകയും അങ്ങനെ അവരുടെ ഇടയിൽ ഒരു പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെടുകയും ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം തന്നെ വിട്ടയച്ചു പോയതായിരിക്കുന്ന തങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലതാ യാദൃശ്ചികമായിട്ട് തങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. എവിടുന്ന്? അദ്ദേഹം വീണ്ടും ഫലസ്തീനിലേക്കാണ് പോയത്. അവിടുന്ന് വീണ്ടും തന്റെ മക്കളെ കാണാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലേക്ക് വന്നപ്പോൾ ആ സമയത്ത് ഇസ്മായിൽ അലൈഹി സ്വലാം വീട്ടിലില്ലായിരുന്നു. തന്റെ ജീവിത ഉദ്യാനത്തിന് വേണ്ടി ഭക്ഷണം വല്ലത് ലഭിക്കാൻ വേണ്ടി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അരി വാങ്ങാൻ വേണ്ടി പുറത്തു പോയതായിരുന്നു. അതായത് അധ്വാനിക്കാൻ വേണ്ടി പുറത്തുപോയ സന്ദർഭത്തിലാണ് ഉപ്പ അവിടെ വരുന്നത്. ഇബ്രാഹിം നബി സ്വലാമിന്റെ ഭാഷ പറഞ്ഞ് ഹിബ്രു, അബ്രാനി, അബിരി എന്ന് പറഞ്ഞാൽ ഹിബ്രു. അറബി തന്നെ. അറബിനെ കുറച്ച് ഒരു പദം അങ്ങോട്ടാക്കിയാൽ, ബാവിനെ മുമ്പോട്ടാക്കിയാൽ അബിരിയായി. അബിരി ഏകദേശമൊക്കെ സെമിറ്റിക് ഭാഷകളാണ് അബിരിയും അറബിയും. ഒന്ന് ഹിബ്രു, ഒന്ന് അറബി. അപ്പം പിന്നെ അങ്ങനെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാം ജുർഹും ഗോത്രക്കാരുമായിരിക്കുന്ന സമ്പർക്കത്തിലൂടെ അറബി ഭാഷ സ്വായത്തമാക്കി അങ്ങനെ ഒരു ബഹുഭാഷാ പണ്ഡിതനായി വളർന്നു എന്നാണ്. ചുരുങ്ങിയത് 2-3 ഭാഷ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഉമ്മയുടെ ഭാഷ
കേപ്റ്റിക്കാണോ അല്ലെങ്കിൽ നെബ്തിയാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഉമ്മയുടെ ഭാഷയും അറിയാമായിരുന്നു, ഉപ്പയുടെ ഭാഷ ഹിബ്രുവും അറിയാമായിരുന്നു. ജുർഹും ഗോത്രക്കാരുമായി ഇടകലർന്നതിന്റെ പേരിൽ അറബി ഭാഷയും സ്വായത്തമാക്കി. പിൽക്കാലത്ത് അറബി ഭാഷ, അതായത് സാഹിത്യ അറബി അൽ ലുഗത്തുൽ അറബിയത്തുൽ ഫുസ്ഹ എന്ന് പറയുന്ന അറബി ഭാഷയുടെ പിതാവായിട്ട് ആരാണ് അറിയപ്പെടുന്നത്? മഹാനായിരിക്കുന്ന ഇസ്മായിൽ അലൈഹിസ്സലാമാണ് അറിയപ്പെടുന്നത്. അറബി ഭാഷയുടെ പിതാവായിട്ട്, ന്യൂ അറബി ഭാഷയുടെ ഏറ്റവും ഇന്ന് നിലവിലുള്ള സാഹിത്യ ഭാഷയുടെ പിതാവായിട്ട് ഇസ്മായിൽ അലൈഹിസ്സലാമാണ്. സംസം എന്നുള്ളത് പിന്നെ അത് അവരുടെ ഭാഷ, ഹാജറാബിയുടെ ഏത് ഭാഷയാണെന്നുള്ളത് നോക്കണം, ഓർമ്മല്ല. അറബിയല്ല എന്നുള്ളത് ഉറപ്പ്, അറബിയല്ല. ഒന്നിരിക്കൽ അത് കിബ്തി ഭാഷയാണോ എന്ന് സംശയമുണ്ട്. കാരണം അവർ മിസ്രിയാണല്ലോ. നമുക്ക് എന്താണ് ഓപ്പറേഷൻ ഉണ്ടെന്ന് അറിയിച്ചിരുന്നു. KKM കല്ലരി ഉസ്താദിന്റെ ഉമ്മാക്ക് ഓപ്പറേഷൻ ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ദുആ ചെയ്യാൻ അല്ലാഹു തആല ഓപ്പറേഷനൊക്കെ വളരെ റാത്തായി കഴിച്ചു കൊടുക്കട്ടെ, ബുദ്ധിമുട്ടും വിഷമൊന്നും ഇല്ലാതെ. ഈ ഓപ്പറേഷനോട് കൂടെ അല്ലാഹു തആല അത് സുഖമാവാനുള്ള ഒരു കാരണമാക്കി, അതുകൊണ്ടൊരു അവസാനമായി തീരട്ടെ, റാഹത്തും സന്തോഷവും നൽകട്ടെ, കൂടുതൽ വിഷമത്തിലും പ്രയാസത്തിലും ആവാതെ കണ്ട് ആഫിയത്ത് വീണ്ടെടുക്കാനുള്ള ആയിരിക്കുന്ന അവസരം അല്ലാഹു അവർക്കൊക്കെ കൊടുക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, അങ്ങനെ ഒരിക്കൽ വിട്ടേച്ചു പോയ മകനെയും ഭാര്യയും കാണാൻ വേണ്ടി വന്നപ്പോൾ പക്ഷേ അപ്പോഴേക്കും ഹാജറ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യമായിട്ട് എവിടേക്ക് വന്നപ്പോൾ മക്കയിലേക്ക് മക്കളെ കാണാൻ വേണ്ടി ഭാര്യയും കാണാൻ വന്നപ്പോഴേക്കും ഭാര്യ ഹാജറ ബീവി വഫാത്തായി പോയിരുന്നു. ഹാജറ ബീവി എവിടെയാണ് മറവ് ചെയ്തത് സഹോദരന്മാരെ? ഹാജറ ബീവി മറവ് ചെയ്തത് കാബയുടെ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ. ഹിജ്ർ ഇസ്മായിൽ കാബയുടെ ഒരു ഭാഗം കണ്ടില്ലേ നിങ്ങൾ? ഹജ്ജിന് പോയവർക്കൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടാവും. കാബയുടെ ഒരു ഭാഗം ഒരു അരച്ചുമര കെട്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് കെട്ടിയിട്ടുണ്ട്. പഴയ കാബയുടെ ഭാഗമാണ്, ഖുറൈശികളുടെ കാലത്തുള്ള കാബയുടെ ഭാഗമാണ്. ആ കെട്ടിന്റെ ഉള്ളിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാമും ഹാജറ ബീവിയും മറവിട്ട് കിടക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ തന്റെ ഭാര്യ വഫാത്തായിരിക്കുന്നു, മകന് വീട്ടിലില്ല. വീട്ടിനുള്ളിൽ ഒരു സ്ത്രീയുണ്ട്, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ. എന്താണ് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞ്, എവിടെ പോയി മകൻ, എവിടെ പോയി ഇസ്മായിൽ എവിടെ പോയി ചോദിച്ചപ്പോൾ, മകൻ എന്ന് പറഞ്ഞ ഇസ്മായിൽ എവിടെ പോയി ചോദിച്ചപ്പോൾ ഖറജ യബ്തഗി ലനാ, ഭക്ഷണം തേടാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതി, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ പിതാവ് ഈ വന്ന സ്ത്രീക്ക് അറിയില്ല ആരാണിത് വന്നത് എന്ന്. അപ്പോ അന്ന് ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ ഭാര്യ പറഞ്ഞു, നഹ്നു ബശറുൻ നഹ്നു ഫീ ലീഖിൻ വശിദ്ദ, ഞങ്ങളുടെ അവസ്ഥ ഒന്ന് പറയാതിരിക്കുകയാണ് നല്ലത്, വളരെ കഷ്ടപ്പാടിലും പ്രയാസത്തിലുമാണ്, ഒന്നിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്, അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് ഒരു ആവലാതി ഒരു സ്വരത്തിലാണ് ഭാര്യ തന്നോട് പ്രതികരിച്ചത്. ഓക്കെ, ഇത് കേട്ടുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഫൈദാ ജാ സൗജുക്കി അഖ്രി അലൈഹിസ്സലാം വഖൂലി ലഹു യുഗയ്യിർ അതബതബാബിഹി, ഭർത്താവ് തിരിച്ചു വന്നാൽ ഞാൻ സലാം പറഞ്ഞു എന്ന് പറയണം. പിന്നെ വീടിന്റെ ഉമ്മറ, അതായത് വീടിന്റെ ഉമ്മറപ്പടി എന്നാ പറയുന്നത്, ഞങ്ങൾ വാതിലിന്റെ ഉമ്മറപ്പടി, അത്തബത്തബാബിയു ഉമ്മറപ്പടി മാറ്റി വെക്കുകയും വേണം എന്ന് പറഞ്ഞു. വാതിലിന്റെ ഉമ്മറപ്പടി മാറ്റിവെക്കാനും പറയണം വന്നാലേ. അതൊരു സൂചകമായ വാക്കാണ്. അതെന്തായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഈ പൊന്നുപിതാവിനും അറിയാം, മകനും അറിയാമായിരുന്നു. അങ്ങനെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കട്ടില മാറ്റി വെക്കണം. അത്തബത്ത് എന്ന് പറഞ്ഞാൽ അതായത് കട്ടിലിന്റെ അടിയിൽ വെക്കണതല്ലേ, അപ്പോട്ടെ അത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫലമ്മ ജാ ഇസ്മായിൽ കാന്നഹു ആനസ ശൈഅൻ, ഇസ്മായിൽ അലൈഹി സ്വലാം പുറത്തുപോയി വന്നു നോക്കുമ്പോൾ എന്തോ ഒന്ന് ഇവിടെ ഒരു പുതിയൊരു പെരുമാറ്റം പോലെ അനുഭവപ്പെട്ടു. എന്തോ പുതുതായിട്ട് എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആരവിടെ വന്നോന്ന് ചോദിച്ചു. ഹൽ ജാക്കും മിൻ അഹദ്, ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ
അതായത് പരിസരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ ഒരാൾ വന്നതായിട്ടുള്ള ഒരു ഒരു സൂചന കിട്ടി. ഇവിടെ ആരെ വന്നിരുന്നോ എന്ന് ചോദിച്ചു. അതേ വന്നിരുന്നു, ഒരു വയസ്സായ ഒരാൾ വന്നിരുന്നു, നല്ല സാമാന്യ സൗന്ദര്യമുള്ള നല്ലൊരു വൃദ്ധൻ ഇവിടെ വന്നിരുന്നു, നിങ്ങളെ സംബന്ധിച്ചൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പൊ എന്ത് പറഞ്ഞെന്ന് വെച്ച് വിവരങ്ങളൊക്കെ എന്താണ്, ജീവിതത്തിന്റെ സ്ഥിതിഗതികളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വിഷയങ്ങളെല്ലാം അന്വേഷിച്ചു. അപ്പൊ നമ്മൾ വളരെ പ്രയാസത്തിലാണ്, കഷ്ടപ്പാട്ടിലാണെന്നുള്ള വിവരമൊക്കെ പറയുകയും ചെയ്ത്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച്, എന്തേ പറഞ്ഞു തന്നിട്ടെന്ന് വെച്ച്, പറയാനൊന്നുമില്ല, നിങ്ങൾ വന്നാൽ നിങ്ങളോട് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്, വാതിലിന്റെ ഉമ്മറപ്പടി ഒന്ന് മാറ്റിവെക്കാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഖാല ദാക അബീ, അതെന്റെ പിതാവാൻ, എന്റെ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ് വന്നത്, നിനക്കറിയില്ല. വഖദ് അമറനി അൻ ഉഫാരിഖകി ഇൽഹഖി ബി അഹ്ലികി, വാതിലിന്റെ ഉമ്മറപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ആശയം ഞാനുമായി കൊണ്ട് എനിക്ക് യോജിച്ചതായിരിക്കുന്ന ഒരു ഭാര്യയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ വീട്ടുകാരെ പോയിക്കൊള്ളുക, നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ എന്നെ തലാക്ക് ചെല്ലുകയാണ്, അതാണ് എന്റെ ഉപ്പ പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താണ് ഇവിടെ സംഭവിച്ചത് സഹോദരന്മാരെ? ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ഒരാൾ വന്നു, എന്നിട്ട് അവരുടെ കിട്ടിയ ഉസ്താദന്മാർ കിട്ടിയുണ്ട്, 3 ആളപ്പം എനിക്ക് PM ചെയ്ത് ഒറ്റ മെസ്സേജ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഖറാത്താക്കി കൊടുക്കട്ടെ. ഇനി കിട്ടിയോലൊക്കെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ദുആ ചെയ്യുക, നമ്മളിവിടെ നിന്ന് ദുആ ചെയ്ത്. അങ്ങനെ പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ത് മനസ്സിലാക്കി? തന്റെ മകൻ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനാവാനിരിക്കുന്ന ഇസ്മായിലിന് പറ്റിയ ഒരു ഭാര്യയല്ല എന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ട്? അവര് വീട്ടിലുള്ള കഷ്ടപ്പാടാണ് വിളിച്ചു പറഞ്ഞത്. വീട്ടിലുള്ള കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറാവണ്ടേ? പ്രവാചക കുടുംബമല്ലേ, വലിയ പാരമ്പര്യമുള്ള കുടുംബമാണ്, എല്ലാ നിലക്കും ഉന്നതമായ കുടുംബമാണ്. വീട്ടിൽ വിഷമമുണ്ടാവും, പ്രയാസം ഉണ്ടാവും, അതൊക്കെ പുറത്ത് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ അറിയിക്കലല്ല വേണ്ടത്. അതെല്ലാം അവർ ക്ഷമിച്ച് സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധനം നടത്താനുള്ള സാഹചര്യവും അന്തരീക്ഷവും ഒരുക്കുകയാണ് ഒരു ഭാര്യ ചെയ്യേണ്ടത്. അതിനു പകരം തന്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് ഒരു ശരിയായ ഭാര്യയുടെ സ്വഭാവമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് തന്റെ ഭാര്യയെ വിവാഹമോചനം നടത്താൻ വേണ്ടി സൂചനാവാചകം പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ജുർഹും ഗോത്രക്കാരിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു? മറ്റൊരു ഭാര്യയെ വിവാഹം കഴിക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? ഏതലാട്ടെ. അപ്പോ അങ്ങനെയാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിലേക്ക് എത്തിപ്പെടുന്നതും അവിടെ വളരുന്നതും പിന്നീട് അവിടുന്ന് പ്രവാചകനായി, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായി പ്രബോധനം നടത്തുകയും അവർക്ക് ഇസ്ലാമിക കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആവശ്യം അവിടെ നിർത്തുക തൽക്കാലം. ഈ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവര് വിവാഹം ചെയ്തത് ജുർഹും ഗോത്രക്കാരിൽ നിന്നാണെന്ന് പറഞ്ഞു അല്ലേ? ഈ ജുർഹും ഗോത്രക്കാരിൽപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്തിട്ട് അവരുമായിട്ട് വിവാഹബന്ധം നടത്തി അങ്ങനെ അവിടെ ഒരു വലിയ സമൂഹമായി വളർന്നു വന്ന് അങ്ങനെ അറബികൾ ഇന്ന് അറിയപ്പെടുന്നതായ അൽ അറബുൽ മുസ്താരിബ എന്ന് പറയുന്നതായ ഏറ്റവും അവസാനത്തിൽ വന്ന, അതായത് ചരിത്രകാരന്മാര് അറബികളെ 3 ഇനമാക്കി തിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏത് വിഭാഗത്തിലാ പെടുക? 3 വിഭാഗമുണ്ട്. അറബികള് 3 വിഭാഗമുണ്ട്. അതായത് 3 വിഭാഗം എന്ന് വെച്ചാൽ ചരിത്രകാരന്മാര് അറബികളെ 3 വകുപ്പായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് അൽ അറബുൽ ആരിബ, അൽ അറബുൽ ബായിദ, അൽ അറബുൽ
ബായിദ, മറ്റൊന്ന് അൽ അറബുൽ ആരിബ, മറ്റൊന്ന് അൽ അറബുൽ മുസ്തഅരിബ. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സാം എന്ന് പറയുന്നതായ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മക്കള് എവിടേക്കാണ് പോയത്? ജസീറത്തുൽ അറബിന്റെ ഭാഗത്ത്, അതായത് ബാബിലോണിയയിലാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് താമസമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ സാമിന്റെ മക്കളാണ് അറബികളും അതുപോലെ തന്നെ ഇന്നത്തെ ജൂതന്മാര് ഒക്കെ സാമിന്റെ മക്കൾ തന്നെയാണ്. സാമിന്റെ മക്കൾ വെച്ചാൽ സെമിറ്റിക് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ തന്നെ സെമിറ്റിക് വിഭാഗമെന്നും സെമിറ്റിക് ഭാഷ എന്നൊക്കെ പ്രത്യേകമായിട്ട് ഇന്ന് അതിനെ വേറെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെ നടക്കുന്നുണ്ട്. സെമിറ്റിക് ഭാഷകൾ ഏതൊക്കെയാണെന്നുള്ളത് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സാമിലേക്ക് ചേർത്തിക്കൊണ്ട് സെമിറ്റിക് എന്ന് പറയുന്നു. അപ്പോൾ സെമിറ്റിക് വിഭാഗത്തിൽപ്പെട്ടവരാണ് അറബികൾ, യാതൊരു സംശയവുമില്ല. അങ്ങനെ പിന്നെ ഇന്നത്തെ ഇറാഖ് ആകുന്ന, അല്ലെങ്കിൽ ബാബിലോണിയ ആകുന്ന, അല്ലെങ്കിൽ പിന്നെ എവിടെയെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ മുട്ടപ്പോം എന്താണ് പിന്നെ എന്തായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്? ഇറാഖിലെ ഒരു സ്ഥലം, അതായത് മാബൈനൻ നഹ്റൈൻ, മെസപ്പൊട്ടോമിയ അല്ലേ? മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? താമസമാക്കിയിരിക്കുന്നത്. അതെ, മെസപ്പൊട്ടോമിയ. ആ മെസപ്പൊട്ടോമിയയിൽ നിന്നാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? പിന്നീട് ജസീറത്തുൽ അറബിന്റെ തെക്ക് ഭാഗത്തേക്ക് അവരുന്നൊരു വിഭാഗം കുടിയേറി പാർക്കുന്നത്. നമുക്കറിയാം ഇത് സാമിന്റെ, നമ്മൾ പറഞ്ഞു നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ സാമ് ഇന്നത്തെ ഇറാഖ് ആകുന്ന മാബൈനൻ നെഹ്റൈനി എന്ന കിതാബിലൊക്കെ പറയുന്ന മെസപ്പൊട്ടോമിയയിലാണ് അവര് വന്ന് താമസമാക്കിയത്. അവിടെ നിന്നൊരു വിഭാഗം എവിടേക്ക് വന്ന് ഇന്നത്തെ അറേബ്യൻ ഉപദ്വീപിന്റെ തെക്ക് വശത്തേക്ക് വന്ന്, എന്ന് പറഞ്ഞാൽ തെക്ക് വശം എവിടെയാണത്? യമന്റെ ഭാഗം. തെക്ക് വശം എവിടെയാണ്? യമനും അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്ന ഭാഗങ്ങൾ, അഹ്കാഫൊക്കെ. അങ്ങനെ അറേബ്യയുടെ തെക്ക് വശത്തേക്ക് അവരൊരു വിഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? താമസമാക്കിയത് സാമിന്റെ മക്കള്. നമ്മളിപ്പോ എവിടെയൊക്കെ പോകുന്ന വെച്ചാൽ പിന്നെ അറബികളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്തു? അറബികള് പിന്നെ അറബുൽ ബായിദ എന്നും അതുപോലെ തന്നെ അറബുൽ ആരിബ എന്നും അറബുൽ മുസ്തഅരിബ, ഇത് നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ മേഖലയിലാണ്. കാരണം എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനങ്ങൾ വന്നിരിക്കുന്നത് ഈ ഭാഗങ്ങളിലേക്കാണ്. പിന്നീടാണ് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോകുന്നത്. യൂറോപ്പിലേക്കൊന്നും അന്ന് പോയിട്ടില്ല. യൂറോപ്പിൽ എന്തുകൊണ്ട്? മുമ്പ് ഇഖ്ബാലിനോട് ചോദിച്ചിരുന്നു പോൽ അന്നത്തെ യൂറോപ്യന്മാര്, അല്ലാമ ഇഖ്ബാലിനോട്, എന്തുകൊണ്ടാണ് യൂറോപ്പിൽ എന്നൊരു പ്രവാചകന്മാർ വരാതിരുന്നത്? യൂറോപ്പിലേക്ക് പ്രവാചകന്മാർ വരാതിരുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായ മറുപടി എന്താണ്? അന്ന് യൂറോപ്പിൽ പ്രവാചകന്മാർ വന്നിരുന്ന കാലങ്ങളിലൊന്നും അന്ന് യൂറോപ്പിൽ കാര്യമായ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല. യൂറോപ്പിലുള്ളവർ തന്നെ ഈ അറേബ്യൻ ഉപദ്വീപിന്റെയും അതിന്റെ ചുറ്റുവാസങ്ങളിൽ നിന്നും അവിടെ കുടിയേറി പാർത്തവരായിരുന്നു. അപ്പോൾ ഇവിടെയുള്ളതായിരിക്കുന്ന പ്രവാചകത്വവും അതിന്റെ വിധിവിലക്കളും അവർക്കും ബാധകമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകമായിട്ട് അവിടേക്ക് പ്രവാചക നിയോഗം ഉണ്ടായിട്ടില്ല. അമേരിക്കയിലേക്ക് എന്തുകൊണ്ട് പ്രവാചകന്മാർ വന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാം. എന്തുകൊണ്ട്? അമേരിക്ക എന്നുള്ള ആ നാട് തന്നെ ജനവാസ യോഗ്യമാകുന്നത് കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പാണ്. അതുപോലെ അപ്പം പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മക്കള് ബാബിലോണിയയുടെ അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയയുടെ ഭാഗങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്തു? അവർ താമസിച്ച് അതിന്റെ ശേഷം ഒരു വിഭാഗം എവിടേക്ക് പോന്ന്? ജസീറത്തുൽ അറബിന്റെ തെക്ക് ഭാഗത്തേക്ക് വന്ന്. നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ഇതിന്റെ സൂചനയുണ്ട്. കാരണം ഹൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ചിട്ടുള്ള ചരിത്രം എവിടെ പറയുന്നുണ്ട്? ഖുർആനിൽ പറയുന്നുണ്ട് അല്ലേ? ഹൂദ് നബി അലൈഹി സ്വലാം ആരോട്, ഏത് കാലത്തിൽ? ആദ് ഗോത്രക്കാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. അത് അവരിൽപ്പെട്ടവർ തന്നെയാണ്. ഹൂദ് അലൈഹി സ്വലാം ആദ് ഗോത്രത്തിൽപ്പെട്ടവരാണ്. ആദിലേക്ക് നിയോഗിച്ച പ്രവാചകനുമാണ്. ഹൂദ് അലൈഹി സ്വലാമും ആദ് ഗോത്രക്കാരും ജനിച്ച സ്ഥലം ഏതായിരുന്നു? അഹ്കാഫ് ആയിരുന്നു. അഹ്കാഫ് എന്ന് പറഞ്ഞാൽ ഇന്ന് എവിടെയാണ് അഹ്കാഫ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യവാസം ആരംഭിക്കുന്നത്
തുർക്കിയുടെ അറാറത്ത് പർവ്വത മേഖലയിൽ നിന്ന് ജൂതി പർവ്വതത്തിന്റെ താഴെ നിന്നുള്ള അവരുടെ ആ നീക്കം ആരംഭിച്ചുകൊണ്ട് ബാബിലോണിയയിലേക്ക് എത്തി. ബാബിലോണിയയിൽ നിന്ന് അവർ, അതായത് മെസപ്പൊട്ടോമിയയിൽ, അതിനുശേഷമായിട്ട് അവർ എവിടേക്ക് വരുന്നു, അവരെവിടെ കുടിയേറി പാർക്കുന്നു, പിന്നെ യമന്റെ ഭാഗത്തേക്ക് അഹ്കാഫിലേക്ക് ഒരു വിഭാഗം അവർ കുടിയേറി പാർക്കുക. അഹ്കാഫ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഹദർമൗത്ത്, യമനിലെ ഹദർമൗത്തിന്റെ ഭാഗങ്ങളാണ്. അവിടെയാണ് ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ഖബർ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നത്, അല്ലേ? ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ഖബർ യമനിലെ ഹദർമൗത്തിലല്ലേ? അപ്പൊ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞ ആരാ? അത് സാമ് എന്നവരുടെ സാമിന്റെ എത്രാമത്തെ പേരമകനാ ഹൂദ് നബി? സാമിന്റെ 4ാമത്തെ പേരമകൻ, അല്ലെങ്കിൽ സാമിന്റെ 3ാമത്തെ പേരമകൻ. സാമ് എന്നവരുടെ നൂഹ് നബി ഇസ്ലാമിന്റെ മകൻ സാമിന്റെ 3ാമത്തെ പേരമകൻ, അഥവാ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ 4ാമത്തെ പേരമകനാണ് ഹൂദ് അലൈഹിസ്സലാം. ഈ ഹൂദ് നബിയുടെ മകനാണ് ആര് എന്ന് പറഞ്ഞാല് ഖഹ്താൻ എന്ന് പറയുന്നതായ അറബുൽ ആരിബയുടെ പിതാവ്. കേട്ടാ? അതായത് ജൂത ക്രിസ്തീയ അവരുടെ ചരിത്ര ഉറവിടങ്ങളെല്ലാം തന്നെ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം മെസപ്പൊട്ടോമിയയിൽ ഉള്ളതായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്താണ്? അദ്ദേഹം അഹ്കാഫിലായിരുന്നു എന്നുള്ളതാ, ജസീറത്തുൽ അറബിന്റെ തെക്ക് ഭാഗത്ത്. അതിന്റെ അർത്ഥം എന്താണ്? ആദ്യം ജനിച്ചത് എവിടെയായിരുന്നു? വടക്ക് ഭാഗത്ത്, അതായത് മെസപ്പൊട്ടോമിയയിൽ ആണ് അവർ ജനിച്ചത്, ഹൂദ് അലൈഹിസ്സലാം. പിന്നീട് എവിടേക്ക് വന്നതാണ്? തന്റെ മക്കളോടുകൂടെ തെക്ക് ഭാഗത്തേക്ക്, യമനിന്റെ ഭാഗത്തേക്ക് കുടിയേറി പാർത്തുകൊണ്ട് അവിടെ താമസിച്ചു. അങ്ങനെയാണ് അവിടെ ഉള്ളായിരിക്കുന്ന തന്റെ ആളുകൾക്കും കുടുംബക്കാർക്കും എല്ലാം പ്രവാചകനായി അവർ നിയോഗിതരാകുന്നത്. അങ്ങനെ വരുമ്പോൾ തന്റെ മക്കളായ ഖഹ്താനും ഫാലകും കൂടെ ഉണ്ടായിരുന്നു. ആരെ മക്കള്? ഹൂദ് അലി ഇസ്ലാമിന് മക്കളായ, അതുപോലെ ചില കബീലക്കാരായിരിക്കുന്ന ആളുകളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് മെസപ്പൊട്ടോമിയയിൽ നിന്ന് യമനാകുന്ന ജസീറത്തുൽ അറബിന്റെ തെക്ക് ഭാഗത്തേക്ക് അവർ കുടിയേറി അവിടെ താമസമാക്കി. ഈ ജൂതന്മാരുടെ ചരിത്രത്തിൽ, യഹൂദ ചരിത്രത്തിൽ ഹൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നത് പേരെന്താ അറിയോ? ആബിർ എന്ന്, അല്ലെ ആബിർ അല്ലെ ഏബിർ എന്നൊക്കെ പറയുന്നത്. എന്താ അതിന്റെ അർത്ഥം? അതായത് ഹിബ്രു ഭാഷയാണ് ഇപ്പൊ പറഞ്ഞത്. ആബിർ എന്ന് പറഞ്ഞാല് ആബിർ കാറാത്ത് എന്ന് പറയുന്നത്. ആബിർ കാറാത്ത് എന്തിനെ കുറിച്ചെന്നറിയോ? ആബിർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൈബോക്കൻ വിട്ടുകിടക്കുന്ന, ആബിർ സബീൽ എന്ന് പറയല്ലേ, ആബിർ സബീൽ വൈബോക്കൻ. അപ്പൊ ആബിർ എന്നുള്ളതായിരിക്കുന്ന ആ സെമിറ്റിക് ഭാഷയിൽ നിന്ന്, അത് ഏകദേശം ഹിബ്രുവിന്റെ അറബിയുടെ ഒക്കെ ഏകദേശം സമാനമായ പദങ്ങളാണ് ആബിർ. അപ്പോ അവരെന്നെ പറയുന്നുണ്ട് ഹൂദ് നബിക്കുള്ളതായ പേര് തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ ആബിർ എന്നാണ്. അത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരല്ല, അദ്ദേഹത്തിന്റെ എന്താകുന്നു, ലഖബാകുന്നു എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആമിർ അല്ല, ആബിർ. ആബിർ അറബിയില് ആബിർ എന്ന്, അറബിയിൽ ആബിർ എന്നുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയും കാണിക്കുന്നുണ്ട് ആബിർ. അതാ ആബിർ. അങ്ങനെ. അപ്പൊ അതായത് ആബിർ എന്ന് പറഞ്ഞാല് അതായത് വിട്ടുകിടക്കുന്ന ആളെന്നുണ്ട്. ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെന്നാണല്ലോ ആബിർ എന്ന് പറഞ്ഞാല്. ഒരു ജിഹത്തിൽ നിന്ന് മറ്റൊരു ജിഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആള്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനപ്പേരായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരല്ല. യഥാർത്ഥ പേര് പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഹൂദ്. ഖുർആൻ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഹൂദ് ആണ് എന്നുള്ളത്. അപ്പോൾ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ആബിർ ആണ് എന്ന് അവർ സമ്മതിക്കുന്ന അർത്ഥം അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ഹൂദ് അലൈഹി സ്വലാം ജനിച്ചത് വടക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടോമിയയിൽ ആണെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബവും കുറച്ച് കബീലക്കാരുമായിട്ടൊക്കെ അവർ എവിടേക്ക് അവർ സ്ഥലം മാറിയിട്ടുണ്ട്? യമനിന്റെ ഭാഗത്തേക്ക്. കാരണം അവിടെ ആയിരുന്നു അന്നുണ്ടായിരുന്ന പച്ചപ്പുകളൊക്കെ, മനസ്സിലായില്ലേ? പച്ചപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ട് അവർ അവിടേക്ക് മാറി താമസിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആബിർ എന്ന് പറഞ്ഞാൽ മാറി ആബിർ കാറാത്ത് എന്ന് വലിയ മിസൈലുകൾക്ക് പറയാറുണ്ട്. അതായത് ഭൂഖണ്ഡാന്തര മിസൈലുകൾ കേട്ടില്ല നിങ്ങൾ? ഭൂഖണ്ഡാന്തര മിസൈലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടുന്ന് സൗദി അറേബ്യ ഒരു മിസൈൽ അങ്ങ് വിട്ടുകയാണുണ്ടെങ്കിൽ സൗദി അറേബ്യയും കഴിഞ്ഞ് അത് ആഫ്രിക്കയും കഴിഞ്ഞ് ചിലപ്പോൾ യൂറോപ്പിലേക്ക് വരെ എത്തുന്ന ആ മിസൈലിനാണ് ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് പറയുന്നത്. അത് ആബിർ കാറാത്ത് എന്നതിന് പേര് അറബിയെ പറയില്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പൊ ആബിർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ വിട്ടുകിടക്കുന്നത്, പോകുന്നത്, നീങ്ങുന്നത് എന്നൊക്കെ. അപ്പോ
അപ്പൊ ജൂത ചരിത്രത്തിലും അദ്ദേഹത്തിന് ആബിർ എന്ന് പറഞ്ഞതും കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, ആദ്യം അവർ താമസിച്ചിരുന്ന മെസപ്പൊട്ടേമിയയിലായിരുന്നെങ്കിൽ പിന്നീട് അവർ എവിടേക്ക് പോയി, യമനിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതിലേക്ക് അതിലും സൂചനയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ ഈ ഹൂദ് നബി അലൈഹി ഇസ്ലാമിൽ നിന്നാണ്, ഈ ഹൂദ് എന്നുള്ളതിൽ നിന്നാണ് സാധ്യത പറയുന്നത് കേട്ടോ ചരിത്രകാരന്മാര്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു മകനുണ്ട്, ഏത്, യഹൂദ എന്ന് പറഞ്ഞ അല്ലെ, ജൂദ എന്ന് പറയും, ജൂദാസ് എന്ന് പറയല്ലേ, ജൂദാസ് അല്ലെ യഹൂദ എന്നൊക്കെ പറയുന്ന ആ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു മകൻ. ആ മകന്റെ പേര് ഈ യഹൂദ എന്നുള്ളതിന്, ഹൂദ് എന്നുള്ളതിന് പിടിച്ചിട്ടാണ് യഹൂദ എന്നുള്ള പേരിട്ടിരിക്കുന്നത് എന്നാണ്. മനസ്സിലായില്ലേ? കാരണം എന്തുകൊണ്ട്, പിന്നെ അപ്പൊ യഹൂദിയത്ത് എന്നുള്ള ആ പേര് വന്നത് തന്നെ, യഹൂദിയത്ത് എന്നുള്ള പേര് വന്നത് തന്നെ ഹൂദ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് അദ്ദേഹത്തിന്റെ നാമത്തിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് യഹൂദ എന്ന് പേരിട്ടതിൽ നിന്ന്, അതിൽ നിന്നാണ് യഹൂദിയത്ത് എന്ന് പറയുന്ന ജൂതമതം പിന്നെ അതിന്റെ പേര് വരുന്നത് എന്ന് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നു. ഏതായാലാവട്ടെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ്, പിന്നെ സെമിറ്റിക്കുകളായിരിക്കുന്ന ആളുകളാണ് ജസീറത്തുൽ അറബിൽ താമസമാക്കിയത്, യമനിന്റെ തെക്ക് ഭാഗത്ത് താമസമാക്കിയത്. പക്ഷെ അതുകൊണ്ട് അവർ മാത്രമാണ്, അതിനു മുമ്പ് ഇവിടെ ആളുകളില്ല എന്നൊന്നും അർത്ഥമല്ല. സെമിറ്റിക് വിഭാഗം ജസീറത്തുൽ അറബിൽ വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ വേറെ ഏതെങ്കിലും കബീലകൾ താമസിച്ചിട്ടുണ്ടായിരിക്കാം, അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുന്നതിന് എതിരൊന്നുമില്ല. ഏതായിരുന്നാലും പിന്നീട് എന്തായിട്ട് ആര് താമസിച്ചാൽ അത് അവിടെ ഈ ജസീറത്തുൽ അറബിൽ സാമിന്റെ മക്കളായ, അതായത് പിന്നെ ഈ കഹത്താനികള് താമസമാക്കുന്നതിന് മുമ്പ് ആര് താമസിച്ചാലും പിൽക്കാലത്ത് അവർക്ക് എന്തായിട്ടുണ്ട്, അറബി ഭാഷ അവരെല്ലാവരും മാതൃഭാഷയായി സ്വീകരിക്കുകയും പിന്നീട് അവരുടെയൊക്കെ സംസ്കാരവും കാര്യങ്ങളൊക്കെ അറബിയായിട്ട് അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലാവട്ടെ, അങ്ങനെ പിന്നെ ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഹ്കാഫ് എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചായിരിക്കുന്ന സ്ഥലത്ത് അവർക്കുള്ള പ്രവാചകനായി നിയോഗിതനായി അവിടെ താമസിച്ചു. അങ്ങനെ ആ ഹൂദ് അലൈഹിസ്സലാമിന്റെ പിന്നെ ആ വിഭാഗത്തിനാണ് അവരും അവരുടെ കബീലയും സമൂദ് ഗോത്രവും അമാലിക് ഗോത്രവും ജുർഹും ഗോത്രം തസുമ് ജുദൈസ് ഉമൈമ് അബീല് വബാറ് തുടങ്ങിയതായിരിക്കുന്ന പരിശുദ്ധ ഇസ്ലാം വരുന്നതിന് മുമ്പ് പിന്നെ കാലഗതി അടഞ്ഞുപോയ കുറെ ജനവിഭാഗം കബീലകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ജസീറത്തുൽ അറബിന്റെ ആദിവാസികൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന, ജസീറത്തുൽ അറബിന്റെ അറേബ്യൻ ഉപദ്വീപിന്റെ ആദിവാസികളായിരിക്കുന്ന അൽ അറബുൽ ബായിദ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് ആദ് ഗോത്രക്കാർ. അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്, മറ്റു വേദങ്ങളിലൊന്നും ഇവരെക്കുറിച്ച് പരാമർശമില്ല. ആദ്, സമൂദ്, അമാലിക് വർഗ്ഗങ്ങൾ കേട്ടിട്ടില്ലേ, അമാലിക്. അതുപോലെ ജുർഹും. ഈ ജുർഹും എന്നാണ് ആര് വിവാഹം കഴിച്ചത്? ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഈ ജുർഹും വിഭാഗത്തു നിന്നാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ ജുർഹും, തസ്മ്, ജുദൈസ്, വബാർ, അബീല്, ഉമൈമ് തുടങ്ങിയതായിരിക്കുന്ന പിന്നെ ഇവിടെ വംശനാശം സംഭവിച്ചതായ അല്ലെ കുറ്റിയറ്റുപോയതായിരിക്കുന്ന ഒരുപാട് അറബി കബീലുകളുണ്ടായിരുന്നു. അവരെക്കുറിച്ചാണ് ചരിത്രത്തിൽ അൽ അറബുൽ ബായിദ എന്ന് പറയുന്നത്. അതായത് അവരെക്കുറിച്ചുണ്ടാക്കുന്ന അറിവുകൾ ഇവിടെ വളരെ ചുരുക്കമാണ്, നിഗൂഢവുമാണ്. ചില പഴയ അറബികളുടെ സാഹിത്യങ്ങളിലൊക്കെ ബദവികളാണെന്ന് ചോദിച്ചാൽ, ബദവികൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. ബദവികൾ എന്ന് പറഞ്ഞാൽ അറബികളിൽ നിന്ന് ഈ ഇതിൽ മരുഭൂമി താമസിക്കുന്നവർക്കാണ് ബദവികൾ എന്ന് പറയാം. ബദവികൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്രാമങ്ങളിൽ താമസിക്കാത്ത, അതായത് വലിയ പട്ടണങ്ങൾ താമസിക്കാത്ത ഉൾഭാഗങ്ങൾ താമസിക്കുന്നവർക്ക് പദവി എന്ന് പറയാം. അറാബികൾ, പദവികൾ എന്നൊക്കെ. അവർ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല അവർക്ക്. ഏതായാലാട്ടെ, അപ്പോൾ പഴയ ചില അറബികളുടെ സാഹിത്യങ്ങളിലൊക്കെയാണ് ഇവരെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ സൂചനകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അവരെ കുറിച്ചുകൊണ്ട് അൽ അറബുൽ ബായിദ എന്ന് പറയുന്നത്. ബായിദ എന്ന് വെച്ചാൽ നശിച്ചുപോയിരുന്നു. അവരുടെ വിവരങ്ങൾ നമുക്ക് കാര്യമായിട്ട് ലഭിക്കുന്നില്ല. ഇനിയും അതുമായിട്ടുള്ളായിരിക്കുന്ന പഠനങ്ങളും ഗവേഷണങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അവരെക്കുറിച്ച് വീണ്ടും നല്ല നല്ല വിവരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്.
ഇൻഷാ അല്ലാഹ് പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. അങ്ങനെ പഠനങ്ങളൊക്കെ നടക്കണം. എല്ലാ പിന്നെ പാരമ്പര്യവും പൈതൃകവും അവരുടെ പിന്നെ കബീലകളും ഇന്ന് ലോകത്ത് സഹോദരന്മാരെ അറബികളെ പോലെ അവരുടെ കബീലകളെക്കുറിച്ച് അറിവുള്ള ആളുകൾ ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറബികൾക്ക് ഇൽമുൽ അൻസാബ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിജ്ഞാന ശാഖ തന്നെയുണ്ട്. അറബികൾ അവരെ വാപ്പാറ എണ്ണിയാൽ എവിടെ എത്തും? അവർ എത്തിക്കാൻ കഴിയും. ആദം നബി അവരവിടെ എത്തിക്കാൻ കഴിയും. എന്നാൽ ഇങ്ങനെ അവരുടെ സ്വന്തം കബീലക്കാരുടെ സ്വന്തം നാമങ്ങൾ പിന്നെ പരമ്പരാഗതമായിട്ട് മനഃപ്പാടമാക്കി പോരുന്ന രേഖപ്പെടുത്തി വരുന്നതായിരിക്കുന്ന മറ്റൊരു വിഭാഗം ഈ ഭൂമി ലോകത്തുണ്ടോ? ഉണ്ടോ? നിങ്ങളാരെയും കേട്ടണോ? ഇംഗ്ലീഷുകാർ അവരെ പാരമ്പര്യം എവിടെങ്കിലും എഴുതി വെച്ചത്? അല്ലെങ്കിൽ പോട്ടെ ചൈനക്കാർ അവരുടെ പാരമ്പര്യം അൻസാബയുടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് വ്യക്തമായിട്ട് ഇൽമുൽ അൻസാബ് എന്നുള്ളത് വളരെ കുറ്റമറ്റ ഏകദേശം ഒക്കെ കുറ്റമറ്റ രീതിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അറബികളുടെ ഒരു പ്രത്യേകതയാണത്. ഇന്ന് വരുന്നിട്ട് ഞാൻ ഇന്നൊരു സൈറ്റ് കണ്ട് അറബികളുടെ അവര് പിന്നെ ആ സൈറ്റിൽ എന്താ പിന്നെ പരിചയപ്പെടുത്തുന്നത്, അറബികൾ അവരുടെ DNA പരിശോധന നടത്തിയിട്ട് അവർ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് അവരുടെ വിവരം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ നിലക്ക് എന്ത് ചെയ്യാണ്, DNA പരിശോധനയിലൂടെയും അവരുടെ ജീനുകളെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് അവരുടെ വിവരം ഇന്നത്തെ ആധുനിക സംവിധാനത്തിലൂടെയും അവർ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൽമുൽ അൻസാബ് എന്ന ചരിത്രത്തിൽ ഒരു കിതാബ് തന്നെ ഉണ്ട്. കിതാബുകളിൽ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ രേഖപ്പെട്ട് കിടക്കണം. അറബികളുടെ ഏത് കബീലക്കാർ അവർക്ക് എന്തുണ്ട്. പക്ഷേ ഇന്ന് അറിയപ്പെടുന്നത് പല വിഭാഗത്തിന്റെയും പേരിലാണ്. പല വിഭാഗത്തിന്റെയും പേരിലാണ് ഇന്ന് അവരൊക്കെ അറിയപ്പെടുന്നത്. പഴയ പേരൊക്കെ പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പഴയ പേര് പോയി പുതിയ പുതിയ പേരുകൾ വരാൻ കാരണം? അതിനവർ കാരണം പറയുന്നുണ്ട്. അവരുടെ പിന്നെ ആ കബീലയിൽ ഒരു ഷെയ്ഖ് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ കുറിച്ചൊക്കെ പറയും. കൂടുതലായിട്ട് അറബികളുടെ പിന്നെ ജീവിത രീതികളിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് നമ്മൾ വിശദമായിട്ടുള്ള ചെറിയൊരു പഠനം നടത്തുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഷെയ്ഖുൽ കബീല ഉണ്ടാകും. ആ ഷെയ്ഖുൽ കബീല ഒരുപക്ഷെ നല്ല കഴിവുള്ള ആളുകളായിരിക്കും. അയാൾ പൊതുവെ കഴിവുണ്ടാവണം. പൊതുവായിട്ട് നേതൃത്വപരമായിരിക്കുന്ന കഴിവുകളൊക്കെ അയാൾക്ക് വേണം. അയാൾ എന്തെങ്കിലും കാര്യമായ പിന്നെ നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തു വെച്ച ആളാണെന്നുണ്ടെങ്കിൽ ആ കബീലക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അയാൾ അനശ്വരനായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് നല്ലൊരു സ്മരണ ആ കബീലകളിലൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്നവരൊക്കെ ആരിലേക്ക് ചേർത്തിയാ പറയാ, ഈ അറിയപ്പെട്ടതായിരിക്കുന്ന ഈ ധീര വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ ഈ ഹീറോയിലേക്ക് ചേർത്തിട്ട് അവർ പറയാം. മനസ്സിലായില്ല? അവർ കബീലയിൽ ആരെങ്കിലും ഒരാൾ നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ട് പേര് നേടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്നവരൊക്കെ ഇയാൾക്കുള്ള ചേർത്തിട്ടാണ് പിന്നീട് കബീല പറയുക. അങ്ങനെയാണ് പഴയ നാമങ്ങളൊക്കെ പോയിട്ട് പുതിയ പുതിയ നാമങ്ങളൊക്കെ വരാനുള്ള കാരണമെന്ന് അവർ വിശദീകരിക്കുന്നു. ഏതായിരുന്നു ഇപ്പൊ നമ്മൾ അറബിൽ ബായിദയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതാരാണ്? ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ, അതായത് ഇസ്മായിൽ സാമിന്റെ മൂന്നാമത്തെ പേരമകനായ ഹൂദ് അലൈഹിസ്സലാമിന്റെ ഹൂദ് അലൈഹിസ്സലാമും അവരുടെ കാലത്തിലും അവരുടെ മുമ്പുള്ള കാലത്തിലൊക്കെ ഉണ്ടായിരുന്നതായ അവരും അവരുടെ മുമ്പുള്ള കാലത്തിലും ശേഷമുള്ള കുറച്ച് കാലത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം അറബികൾ, അവരെ കുറിച്ചാണ് അറബിൽ ബായിദ എന്ന് പറയുന്നത്. അവരുടെ വാസസ്ഥലം എവിടെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ തെളിവനുസരിച്ചുകൊണ്ട് അഹ്കാഫ് നമ്മൾ പറഞ്ഞല്ലോ, അഹ്കാഫ് അതായത് റുബുൽ ഖാലി മുതൽ ഏഡൻ വരെ നീണ്ടുകിടക്കുന്ന അഹ്കാഫ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത് എന്ന. അതിൽപ്പെട്ട സമൂദ് ഗോത്രക്കാർ ഹിജിറിലാണ്. സമൂദ് ഗോത്രക്കാർ ഹിജിർ, തബൂക്കിന്റെ ഭാഗങ്ങളിലാണല്ലോ ഹിജിർ. നമ്മൾക്കൊന്നറിയാം. പിന്നെ സാലിഹ് നബി അലി ഇസ്ലാമിന്റെയും അവരുടെ ജനതയെ താമസിച്ചിരുന്ന നാടാണ് ഹിജിർ. അൽ ഉല എന്ന ഇന്ന് അറിയപ്പെടുന്നതായ ഒരു രാജ്യമാണ്. എന്തെന്ന് പറഞ്ഞാല് ഏതെന്ന് പറഞ്ഞാൽ പിന്നെ ഹിജിർ എന്ന് പറഞ്ഞത് സമൂദ് ഗോത്രക്കാർ ജീവിച്ചിരുന്നത്. പിന്നെ അമാലിക് ഗോത്രക്കാർ അവര് പിന്നെ കാര്യമായിട്ട് താമസിച്ചിരുന്നത് എവിടെയാണ്? ഏത് നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ സമൂദ് ഗോത്രക്കാര് ഹിജിറിലായിരുന്നു. അമാലിക് ഗോത്രക്കാര് തിഹാമ, ഹിജാസ്, ബഹ്റൈൻ, ഒമാൻ. ഏത് ഈ അറബിൽ ബായിദ ഈ കുറ്റിയറ്റി പോയതായിരിക്കുന്ന വിവരണങ്ങൾ കൂടുതലൊന്നും നമുക്ക് ലഭിക്കാതെ പോയതായിരിക്കുന്ന ആ പിന്നെ വംശനാശം സംഭവിച്ചതായിരിക്കുന്ന അറബികളിൽ നിന്ന് പിന്നെ ഈ അമാലിക് എന്ന് പറയുന്ന വിഭാഗം താമസിച്ചിരുന്ന വിവരങ്ങളൊക്കെ എവിടെന്നാ കിട്ടും? നമുക്ക് ചില കല്ലിൽ കൊത്തിവെച്ച രേഖകളിൽ നിന്നും മറ്റ് പഠനങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. അവർ പറയുന്നു അവർ തിഹാമ, ഹിജാസ്, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയതായിരിക്കുന്ന സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത് അറബുൽ ബായിദ. പിന്നെ അതുപോലെ അബീൽ എന്ന് പറഞ്ഞ കബീല അത് യസ്രിബിലായിരുന്നു, പഴയ മക്കത്തായിരുന്നു. അതുപോലെ തന്നെ ജുർഹും എന്ന് പറയുന്ന കബീലയാണെങ്കിലോ അത് പിന്നെ മക്കത്ത്. യസ്രിബ് മദീന,
ജുർഹും ഗോത്രക്കാര് മക്കത്ത്. മനസ്സിലായില്ലേ? അൽ അറബുൽ ബായിദ. അപ്പൊ അറബുൽ ബായിദയില് പിന്നെ സമൂദ് ഗോത്രക്കാര് നമുക്കറിയാം. ഇന്ന് അത് ആ സ്ഥലം പ്രസിദ്ധമാണ്. ഹിജ്ർ, അൽ ഹിജ്ർ. അമാലിക് ഗോത്രക്കാര് തിഹാമ, ഹിജാസ്, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ. അബീൽ ഗോത്രക്കാര് മദീനയില്, ജുർഹും ഗോത്രക്കാര് മക്കയില്. ആ മക്കയിൽ അവർ താമസിക്കുന്ന ആ കാലഘട്ടത്തിനിടയിലാണ് ആരുമായി പരിചയപ്പെടുന്നത്? ഇസ്മായിൽ അലൈഹി സ്വലാം അവരുമായി പരിചയപ്പെടുന്നതും അവർ വിവാഹം കഴിക്കുന്നതുമൊക്കെ. പിന്നെ സുമൈദി എന്ന വിഭാഗം അത് യമനിലായിരുന്നു. ജാസിം ബഹ്റൈനിൽ, തസുമുൻ ജുദൈസും ഒക്കെ യമാമയിൽ. ഇങ്ങനെയാണ് പിന്നെ ഏറ്റവും ആധുനികമായ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതല്ലാവട്ടെ. ഇനി അവരെ കുറിച്ചുള്ള വിവരം എന്ന് വെച്ചാൽ അല്ലദീ യൂതഖദു അന്നഹും ഇന്തിസാറുഹും ഖദ് ലാ യകൂനു കുല്ലിയും ഫി ജമീൽ ഹാലാത്ത്. ഈ അറബിൽ ബായിദ എന്ന് പറയുന്ന ആളുകൾ നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവരെ വിവരങ്ങൾ ലഭിക്കാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പിന്നെ ഒരു പക്ഷേ എന്തായിരിക്കാം, അവർ മറ്റ് കബീലുകളുമായിട്ടുള്ള കടമത്സരത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ കണ്ട് അവർ നശിച്ചുപോയതായിരിക്കാം. എന്നാൽ പോലും അവരിൽ നിന്ന് വളരെ ചുരുക്കം ചില ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടും ഉണ്ടാവാമെന്ന് ചരിത്രം പറയുന്നുണ്ട്. അതാ ഫബഅദുൽ ഇർസിൽ അറബി വൽ ഇസ്ലാമി ദക്കറ നജാത ബഅദി അംബിയാഹിം വ സാലിഹിഹിം. അപ്പോൾ ഈ അറബിൽ ബായിദ എന്ന് പറഞ്ഞാൽ ഒക്കെ നശിച്ചുപോയി, അവരെ ഒന്നും ഇവിടെ അവശേഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അവരിൽ നിന്നുള്ള ചില രേഖകളൊക്കെ പിന്നെ നമ്മൾ തരുന്ന വിവരം എന്താണ്? അവരെ ചില അമ്പിയാക്കളും അവരിൽ ചില സാലിഹീങ്ങളൊക്കെ പിന്നെ അവർ മൊത്തം നശിച്ചുപോയതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് അവർ പിന്നീടും ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതിലേക്കാണ് സൂചനകൾ നൽകുന്നത്. ഏതായിരുന്നാലും അവരെന്തായിരുന്നു? സാമിയായിരുന്നു. അതായത് ആര്? ഈ അറബുൽ ബായിദയും സാമി എന്ന് വെച്ചാൽ സെമിറ്റിക് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അങ്ങനെ ഈ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു മകന്റെ പേരാണ് എന്തെന്ന് പറഞ്ഞാല് കഹത്താൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കി അവിടെ നമ്മൾ വരുന്നത് ഏത്? അൽ അറബുൽ ആരിബയിലേക്ക് നമ്മൾ. അപ്പൊ അൽ അറബുൽ ബായിദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ വരുന്നത് അൽ അറബുൽ ആരിബയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ കഹത്താൻ എന്ന് പറയുന്ന മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതിലായിരുന്നാ പറഞ്ഞിരുന്നത്? അഖീദന്റെ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഖീദത്തുൽ അവാമില് അല്ലേ? അഖീദത്തുൽ അവാമില് അറബികളെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് ആ വിഷയം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്നുകൂടിയും ആ താരീഖ് തന്നെയാണ് നമ്മൾ ഓതുന്നത്. അപ്പോൾ ഒന്നുകൂടിയും കേൾക്കാത്ത ആളുകളെ കുറിച്ച് അവർക്കൊന്ന് കേൾക്കുകയും വേണം, പിന്നെ കേട്ടവർക്കൊന്ന് ഓർമ്മ പുതുക്കുകയും വേണം. അതൊക്കെ നല്ലത് തന്നെ. അപ്പോൾ കഹത്താനികൾ, അതായത് ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ കഹത്താനാണ് ആദ്യമായിട്ട് അറബി ഈ നാടൻ ശൈലിയിൽ സംസാരിച്ചത് എന്നാണ് പറയുന്നത്. കഹത്താനാണെന്നും അദ്ദേഹത്തിന്റെ മകൻ യാറൂബ് ആണ് എന്നോ ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അൽ അറബു അൽ കഹത്താനിയൂന വൽ അറബുൽ അദ്നാനിയു യുഖാലു ഇന്നൽ അറബ സമ്മു അറബൻ നിസ്ബത്തൻ ഇലൽ ലുഗത്തില്ലത്തി കാനത്ത് കഹത്താനു അവ്വല മൻ തകല്ലമ ബിഹാ. കണ്ടോ? അപ്പോൾ അറബ് എന്നുള്ള പേര് വരാൻ കാരണം അവർ സംസാരിച്ചിരുന്നതായ ആദ്യമായി സംസാരിച്ചിരുന്ന ആളുകളിലേക്ക് ചേർത്തിട്ട് യാറൂബ് ആണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കഹത്താനായിരുന്നു ആദ്യമായി സംസാരിച്ചത്. അറബ് സമ്മു അറബൻ നിസ്ബത്തൻ ഇൽ ലുഗത്തി ഇല്ലത്തി കാന കഹത്താനു അവ്വല മൻ തകല്ലമ ബിഹാ യുതഖദന കഹത്താന അവ്വല മൻ തകല്ലമ ബിൽ ലുഗത്തിൽ അറബിയത്തി ദാരിജ ഐ ലുഗത്തുൽ ബദവ്. ബദവികളുടെ ഭാഷ എന്ന് വെച്ചാൽ സാധാരണ പിന്നെ അറബി ഉണ്ടല്ലോ, സാഹിത്യ ഭാഷ അല്ലാത്ത സാധാ പിന്നെ ഭാഷയിൽ ആദ്യമായി സംസാരിച്ചത് ആരാകുന്നു? കഹത്താനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അദ്ദേഹമാണ് ഈ കഹത്താനെ കുറിച്ചുകൊണ്ട് എന്തുണ്ട്? പിന്നെ ജോക്താന് അല്ലെങ്കിൽ യോക്താന് എന്നൊക്കെയാണ് ജൂത ക്രിസ്തീയ ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത്. എന്ത്? ജോക്താൻ അല്ലെങ്കിൽ യോക്താൻ. അതായത് ആള് കഹത്താൻ തന്നെയാണ്. ആരാണ്? ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ്. ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഹൂദ് എന്നുള്ളത് ഇപ്പോ പിന്നെ മറ്റു വേദങ്ങളിൽ കാണൂല. ആബിർ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആബിർ അല്ലെങ്കിൽ അബീർ എങ്ങനെയൊക്കെ കാണുന്നത്. ഏതായിരുന്നാലും പിന്നെ
ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരെ മകനാണ്? സാലിഹ് അല്ലെങ്കിൽ ഷാലിഹിന്റെ മകൻ, അവര് അർഫഹഷദിന്റെ മകൻ, അവര് സാമിന്റെ മകൻ. എന്നുവെച്ചാൽ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകനായ സാമിന്റെ മകനായ അർഫഹഷദിന്റെ മകനായ സാലിഹിന്റെ മകനായ ഹൂദ് അലൈഹിസ്സലാം. അപ്പോ നൂഹ് നബിന്റെ 4ാമത്തെ പേരക്കുട്ടിയായ ഹൂദ് നബിയുടെ മകനാണ് കഹ്താൻ. ഏതായാലാട്ടെ, അപ്പൊ ആ കഹ്താനിലേക്ക് ചേർത്തിട്ട് ആദ്യമായിട്ട് ലോകത്ത് അറബി അറിയപ്പെടുന്ന ഭാഷ എന്ത് സംസാരിക്കുന്നത്, പിന്നെ ആദ്യമായി നാടൻ ശൈലിയിൽ നാടൻ അറബി ഭാഷ സംസാരിച്ച ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കഹ്താൻ എന്ന ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ മകനായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതലാട്ടെ, അതേ അവസരത്തിൽ ഹിബ്രു ഭാഷയുടെ സ്ഥാപകൻ ആരാണ്? ഹിബ്രു ഭാഷയുടെ സ്ഥാപകന് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹൂദ് അലൈഹി സ്വലാം കമാ അന്നഹു മിൻ അജ്ദാദി യാക്കൂബ് അലൈഹിസ്സലാം കമാ ഇസമ്മ ഇസ്രായേൽ ലോ ജേക്കബ് അമിന്ന ഫറംസുൽ ജീനിയുൽ ഇസ്രായേലീന യജിബു അൻ യകൂന മുതാബിഖ ലിറംസിൽ ജീനിയിൽ ഖഹ്താനിയീൻ. ഏതായിരുന്നാലും പിന്നെ ഹിബ്രു എന്ന് പറയുന്നത് അതൊരു ഭാഷയാണല്ലോ. ഇപ്പൊ ഇസ്രായേലിന്റെ ഔദ്യോഗിക ഭാഷയാണ് ഹിബ്രു ഭാഷ. ഇസ്രായേൽ എന്ന് പറയുന്ന ഇന്ന് ഫലസ്തീന് പിടച്ചടക്കിക്കൊണ്ട് ക്യാൻസർ പോലെ വളർന്നുകൊണ്ടിരിക്കുന്നതായ ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ എന്നല്ല ശരിക്ക് ഇസ്രായേൽ എന്നുള്ളതൊരു പ്രവാചകന്റെ പേരാ. ഇസ്രായേൽ എന്നുള്ളതൊരു പ്രവാചകന്റെ പേരാ. ഏത് പ്രവാചകൻ? യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ പേരാണ് ഇസ്രായേൽ. ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾ എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയാൻ നമുക്ക് വിഷമമുണ്ട്. ആ ദുഷ്ട രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പും അവരോടുള്ള ഒരുയാതി വൈരാഗ്യവുമാണ് നമ്മളെ വരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ അക്രമം കൊണ്ട്, ജൂതന്മാരുടെ അതിക്രമം കാരണമായിട്ട് പാവപ്പെട്ട ഫലസ്തീനികളെ അവരൊക്കെ അടിച്ചോടിച്ച് കൊന്നൊടുക്കി അവരുടെ സ്ഥലവും അവരുടെ എല്ലാ അധികാരങ്ങളും കൈവശപ്പെടുത്തിക്കൊണ്ട് ഫലസ്തീനിൽ അവരൊരു രാജ്യം സ്ഥാപിച്ചിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും പിന്തുണ കൊടുത്തു. മുസ്ലിം രാജ്യങ്ങൾ ഒഴിച്ചിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആ രാജ്യത്തിന് അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ 1-2 രാജ്യങ്ങൾ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. ഇസ്ലാമിക രാജ്യം എന്ന് വെച്ചാൽ മിസ്റും ജോർദാനും മാത്രമേ ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന്. വേറെ രാജ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. ഏതായിരുന്നാലും അത് UN അംഗീകരിച്ച് അവർ ഒരു രാഷ്ട്രത്തിന്റെ പദവിയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഉന്നത അധികാരമുള്ള അല്ലെങ്കിൽ ഒരു പരമാധികാരമുള്ള രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടും ചോദിച്ചാൽ എന്തുകൊണ്ട് നമ്മൾ അവര് മറ്റൊരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം ഫലസ്തീനികളുടെ ഭൂമി കയ്യേറിയിട്ട് അവിടെ സ്ഥാപിച്ച രാജ്യമായതുകൊണ്ട് അതിന് നമുക്ക് ഔദ്യോഗികമായ രാജ്യമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലാവട്ടെ, അപ്പം ചുരുക്കം പറയാം, പിന്നെ ഹൂദ് നബി ഇസ്ലാമിന്റെ സന്താന പരമ്പരപ്പെട്ടതാണല്ലോ അവസാനം എവിടേക്ക് വരുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ആദ്യത്തെ മകൻ ഏകജാതനായ മകൻ ഇസ്മായിൽ അലി ഇസ്ലാം, പിന്നീടുണ്ടായത് ഇസ്ഹാഖ് അലി ഇസ്ലാം. ഇസ്ഹാഖ് നബിയുടെ മക്കളാണ് യാക്കൂബ് നബി അലി ഇസ്ലാം. യാക്കൂബ് നബിയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് പിന്നെ ബനി ഇസ്രായേൽ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ് യാക്കൂബ് നബി അലി ഇസ്ലാമിലൂടെയാണ് പിന്നെ ഏത് വരുന്നത്? ഇവിടെ ഹിബ്രു ഭാഷ അവിടെ വരുന്നത്. മനസ്സിലായില്ലേ? യാക്കൂബ് നബി അലി ഇസ്ലാമിലേക്കല്ല. യാക്കൂബ് നബി ഒക്കെ ഹിബ്രു ഭാഷ സംസാരിച്ചവരാണ്. പക്ഷേ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ എന്തുണ്ട്? ഹിബ്രു ഭാഷ അവിടെ നിലവിലുണ്ട്. ഏതായാലാവട്ടെ, അപ്പൊ നമ്മൾ ഇവിടേക്ക് വീണ്ടും തിരിച്ചു വരിക അറബുൽ വായുദിലേക്ക്, അറബുൽ പിന്നെ ആരിബയിലേക്ക്. നമ്മൾ അറബുൽ ആരിബ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആരാണ്? ഹൂദ് നബി അലി ഇസ്ലാമിന്റെ ഹൂദ് നബിയുടെ മകനായ കഹ്താനിലേക്ക് ചേർത്തിക്കൊണ്ട് ആണ് അറബുൽ ആരിബ എന്ന് പറയുന്നത്. എന്നാൽ അൽ അറബുൽ ബായിദ എന്നുണ്ട്. അൽ അറബുൽ ബായിദല്ല, അൽ അറബുൽ മുസ്താരിബ. ഈ അൽ അറബുൽ മുസ്താരിബ എന്ന് പറയുന്നത് ആർക്കാ? അത് നമ്മൾ പറയാം പിന്നെ
അമ്മൽ അറബുൽ അദ്നാനിയീന ഫഹും മിനല്ലദീന യൻഹദുറൂന മിൻ അദ്നാൻ അല്ലദീ യുതഖദു ബിഅന്നഹു ആശ ഫീ മക്കത്ത വസ്ത ഗർബിൽ ജസീറത്തുൽ അറബിയ്യ അദ്നാൻ ഹുവ മിൻ നസ്ലി ഖിദർ അല്ലദീ കാന ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അതന്നെ. അപ്പം അദ്നാനികളായ അറബികൾക്കാണ് എന്തെന്ന് പറയുന്നത് അൽ അറബുൽ മുസ്താരിബ എന്ന് പറയുന്നത്. അദ്നാനികളായ അറബികൾക്ക്. ഈ അദ്നാൻ എന്ന് പറഞ്ഞ ആരാണ്? പിന്നെ മക്കയിൽ ജീവിച്ചതായിരിക്കുന്ന, അതായത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ കേദാർന്ന ഈ പിന്നെ ഈ മറ്റു വേദങ്ങൾ ഈ തൗറാത്തിലിഞ്ചിലൊക്കെ എങ്ങനെ കൊടുക്കുന്നത്? ഇസ്മായിൽ നബിന്റെ മകന്റെ പേര് കേദാർ എന്നാണ്. അറബികൾ ചിലർ പറഞ്ഞത് ഖിളിർ എന്നുള്ളത് അവരിലേക്കൊരു മൊയ്മാറ്റം സംഭവിച്ചപ്പോൾ മറ്റു ഭാഷക്കാരെ സംസാരിച്ചപ്പോൾ എങ്ങനെ വന്നതാണ് ഖിളിർ എന്നത് കേദാർ, അല്ലെങ്കിൽ കേദാർ കാഫ് കൊണ്ടോ അല്ലെങ്കിൽ കാഫ് കൊണ്ട് അങ്ങനെയായി വന്നതാണ്. അതായത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ കേദാറിന്റെ മകനാകുന്നു ആരെന്ന് പറഞ്ഞാല് അദ്നാൻ എന്ന് പറയുന്നത്. ഈ അദ്നാനിന്റെ സന്താന പരമ്പരകളാണ് ഇന്ന് അറബികളൊക്കെ ഉള്ളത്. അദ്നാൻ, ഖഹ്താനി, അദ്നാൻ, ഇങ്ങനെ രണ്ട് വിഭാഗത്തിലേക്കാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര ഏതുവരെ പോകുന്നുണ്ട്? അദ്നാൻ വരെ പോകുന്നുണ്ട്. അദ്നാൻ വരെയുള്ള പരമ്പര കുറ്റമറ്റതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അദ്നാൻ മുതൽക്ക് പിന്നെ ആദം നബി അലൈഹി ഇസ്ലാമിലേക്ക് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അദ്നാൻ വരെയുള്ള പരമ്പരയ്ക്ക് യാതൊരു കളങ്കവുമില്ല. വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വിഷയമാണത്. അദ്നാൻ വരെയുള്ളത്. ഈ അദ്നാൻ എന്ന് പറഞ്ഞ ആരെ മകനാണ്? ബഹുമാനപ്പെട്ട അല്ലാഹു റബ്ബി ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ പേരമകനാകുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ കേദാറിന്റെ മക്കൾക്കാണ് അൽ അറബുൽ അദ്നാനിയീൻ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ എന്ത് പറയുന്നു? ആദ്യം ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ വരുന്ന സന്ദർഭത്തിൽ ഇസ്മായിൽ നബിക്ക് എന്തറിയില്ല? ഹാജറാബിക്കും അറിയില്ല. ഹാജറാബി സംസാരിച്ച സംസം എന്നുള്ള ഭാഷ സംസാരിച്ചത് ഏത് ഭാഷയിലാണ്? അറബിയല്ലല്ലോ, മറ്റു ഭാഷയിലല്ലേ? കിബ്തി ഭാഷയിലോ മറ്റോ ആണ് ആര് സംസാരിച്ചത്? ഹാജറ ബീവി വള്ളത്തിനോട് നിൽക്കാൻ വേണ്ടി സംസം എന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ ജുർഹും ഗോത്രക്കാരുമായി ഇടകലർന്ന് ജീവിച്ചതിലൂടെ അവർ അറബി പഠിച്ചു. അങ്ങനെ ഇസ്മായിൽ നബി ഇസ്ലാം അറബി പഠിച്ചു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ പിന്നെ അവരിന്ന് അറബി പഠിച്ച് അവർ വിവാഹം കഴിച്ച് അങ്ങനെ കഹത്താനികളുമായിട്ടുള്ളായിരിക്കുന്ന വിവാഹബന്ധത്തിലൂടെ അവരിൽ മക്കളൊക്കെ ജനിക്കുകയും ആ മകന്റെ മകന് ആകുന്ന അദ്നാൻ പിന്നീട് എന്തായി തീർന്ന് പിന്നെ അവര് അറബിൽ മുസ്തൈരിബയുടെ നേതാവായി എന്ന് പറഞ്ഞാൽ അവരാണ്. പിന്നെ അവരിലേക്ക് ചേർത്തിയിട്ടാണ് എന്ത് പറയുന്നത്? ഈ പിന്നെ അറബിൽ ആരിബ എന്നുള്ള വിഭാഗത്തെ ഇവർ ചരിത്രകാരന്മാർ പിന്നെ ചേർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലിയായിരുന്നു അറബി ഭാഷ ഒന്ന് പുരോഗമിപ്പിക്കുക എന്നുള്ളത്. കഹ്താനി ഭാഷയാണ് ഇസ്മായിൽ ഇസ്ലാം പഠിച്ചത്. അതായത് ബദവികളുടെ അന്നത്തെ സാധാരണ അറബികളുടെ സംസാര ഭാഷയാണ് കഹ്താനികളുടെ അറബി ഭാഷ. ആദ്യമായിട്ട് അറബി പറഞ്ഞത് അവരാണ്. പക്ഷെ അത് ആമിയ സാധാരണ ഭാഷയായിരുന്നു. അത് ഇസ്മായിൽ നബി ഇസ്ലാം എന്ത് ചെയ്ത്? ഇസ്മായിൽ ഇസ്ലാം ഒന്നുകൂടെ അതിനെ പരിപോഷിപ്പിച്ച് ഇന്ന് ഏറ്റവും സാഹിത്യ ഭാഷ എന്നും അല്ലെങ്കിൽ ഖുർആന്റെ ഭാഷ എന്നൊക്കെ പറയപ്പെടുന്ന രീതിയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവന്നത് മഹാനായിരിക്കുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതലാട്ടെ. അപ്പൊ അങ്ങനെയാണ് അറബി ഭാഷ. പിന്നെ അറബി ഭാഷയെ കുറിച്ചുകൊണ്ട് വേറെയും പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ കാര്യമായിട്ട് ഈ അറബി ഭാഷ കാലാന്തരത്തിൽ അതിന് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അറബി ഭാഷക്ക് അതിന്റെ ഉത്ഭവം മുതൽക്ക് ഇന്നേ വരേക്കുള്ള അവസ്ഥ എത്തുമ്പോഴേക്കും അതിന് ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാര്യമായിട്ട് രണ്ട് ഓഹരിയാക്കാൻ പറ്റും നമുക്ക് അതിനെ. ഒന്നാമത് പിന്നെ
അറബിയത്തുൻ ജനൂബിയത്തുൻ ഖദീമ എന്ന് പറഞ്ഞാൽ പഴയ അറബി, പിന്നെ വടക്കൻ ഭാഷ, അതായത് മൈനിയ, സബഇയ, ഹിമ്യരിയ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പഴയ ഭാഷയിൽ എഴുതുന്ന ഒരു അറബി ലിപി. അതിന് വകാനത്ത് തുക്തബു ബിൽ ഹർഫിൽ മുസ്നദി, മുസ്നദിയായ ഹർഫ് കൊണ്ടായിരുന്നു എഴുതിയിരുന്നത്. അങ്ങനെ ഒരു ലിപിയാണിത്. മുസ്നദിയായ ലിപിയായിരുന്നു അതിന് എഴുതിയിരുന്നത്. അങ്ങനെ അറബി തെക്കൻ ഭാഷ എന്ന് പറയുന്നത് പൗരാണിക ഒരു ഭാഷ. അതുപോലെ തന്നെ അറബി പൗരാണിക വടക്കൻ ഭാഷ എന്ന് പറയുന്ന, അതായത് സമൂദിയ, ലഹിയാനിയ, സഫവിയ എന്നൊക്കെ പറയുന്ന എന്ന പേരിൽ അറിയപ്പെടുന്നതായ സമൂദി ലിപിയിൽ എഴുതപ്പെട്ടിരുന്ന മറ്റൊരു ഭാഷയും. ഇന്ന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. ഈ സമൂദി ലിപിയിൽ എഴുതപ്പെട്ട അറബിന്ന് വളരെ കിട്ടാനൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ലിപി ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് ഘട്ടമായിരുന്നു. അതായത് തെക്കൻ അറബി, പിന്നെ പൗരാണിക ഭാഷയും വടക്കൻ പൗരാണിക അറബി ഭാഷയും ഇങ്ങനെ പറയുന്ന. അപ്പൊ നമ്മൾ പറഞ്ഞു ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ് അറബിയെ എന്ത് ചെയ്ത് പരിപോഷിപ്പിച്ചുകൊണ്ട് സാഹിത്യ ഭാഷയിലേക്ക് നസഫി ലിപി, അങ്ങനെ ലിപി ഉണ്ട് അല്ലേ പൈസിസ്താതെ, നസഫി ലിപി. നോക്കുക, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ പറയുകയുണ്ടായി, അന്ന റസൂലുള്ളാഹി ഖാല അവ്വലു മൻ ഫതഖ ലിസാനുഹു ബിൽ അറബിയ്യത്തിൽ മതീന ഇസ്മാഈൽ വഹുവ ഇബ്നു 14 സന. കണ്ടോ, ഇത് ആദ്യമായിട്ട് സാഹിത്യ രൂപത്തിലുള്ള അറബി ഭാഷയും സംസാരിച്ചത് ഇസ്മായിൽ അലൈഹിസ്സലാം ആകുന്നു. 14 വയസ്സുള്ളപ്പോൾ മഹാനായിരിക്കുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ് ആദ്യമായിട്ട് സാഹിത്യമായ ഇന്നത്തെ അറബി ഭാഷ സംസാരിച്ച ആദ്യത്തെ വ്യക്തി. ഇമാം സുയൂത്തി തങ്ങള് തന്റെ അൽ മുസ്ഹർ ഫി ഉലൂമിൽ ലുഗ വ അൻവാഹിഹ എന്ന കിതാബിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. നോക്കുക, എന്നാല് ഞങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ എന്തായി, ജസീറത്തുൽ അറബിന്റെ വടക്ക് ഒരു ശൈലിയിലും തെക്ക് വേറെ ശൈലിയിലുമായിരുന്നു. എന്നാൽ പിന്നെ ഇതിനെക്കുറിച്ചുകൊണ്ട് അവർ പഴയ കാലത്ത് അവർ എഴുതിയിട്ടുണ്ട്, മാ ലിസാനു ഹിമ്യർ ബി ലിസാനിന വല അറബിയത്തും ബി അറബിയത്തിന. അത് അബു അംർ ഇബ്നു അലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹിമ്യർ ഭാഷക്കാർ, അതായത് തെക്കൻ ഭാഷക്കാരുടെ സംസാരം നമ്മുടെ സംസാരമല്ല, അവർ അറബി നമ്മൾ അറബി പോലെയല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, ഇത് ഞാനിവിടെ പിന്നെ ചില 1-2 അക്ഷരങ്ങൾ ഇവിടെ കുറിക്കാൻ പോകാം. ഏത് ഭാഷ എന്നറിയോ? അത് പിന്നെ പഴയ അറബി ഭാഷയാണ്. ഇന്നത്തെ അറബി ഭാഷ രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് പഴയ അറബി ഭാഷയുടെ രൂപമാണിത്. അതായത് പിന്നെ നോക്കിക്കോളൂ, ഏതായാലും കാണാൻ പറ്റില്ല എന്താണ്. കണ്ടോ, ഇതിപ്പോ അറബി അറിഞ്ഞവർക്ക് പെട്ടെന്ന് ഇതെന്താണ് ഭാഷ എന്നുള്ളത് എഴുത്ത് വായിക്കാൻ തരും. പക്ഷേ തീ നഫ്സ് മറിൽ ഖൈസ് ബർ അമ്രു മലക്കിൽ അറബ് കുല്ലുഹു ദി ഒസർ അൽതജ് അമലിക്കുൽ അസ്ദൈൻ നസറു മുലൂക്കുഹും വഹറബ മദ്ഹജു അഖദിൽ അസ്ദൈൻ വ നസറു വ മുലൂക്കുഹും വജാ യസ്ജി ഫി ജേജ് നജ്റാൻ മദീന ഷമർ. ഇത് ഏത് ഭാഷ സഹോദരന്മാരെ? ഇത് പഴയ അറബി, അതായത് വടക്കൻ ഭാഷയാണിത്. അതായത് ഇപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്ന എന്താ അറിയോ? ഇത് പിന്നെ അറബികളുടെ രാജാവായ ഹീറത്തിലെ രാജാവായ ഇമ്രുൽ ഖൈസിന്റെ ഖബറാകുന്നു എന്നാണ് എഴുതി വെച്ചത്. ഇമ്രുൽ ഖൈസിന്റെ അദ്ദേഹം പിന്നെ കിരീട അവകാശിയായിരുന്നു. പിന്നെ ഈ താജ് ഉപയോഗിച്ച കിരീടവാശിയായ ഇമ്രുൽ ഖൈസിന്റെ ഖബറാകുന്നു എന്ന് പറയുന്നത് ഖബറിന് ചിത്രം കൊടുത്തിട്ട് അതിന്റെ താഴെ എഴുതി വെച്ച ഭാഷയാണ് പറഞ്ഞത്. പഴയ കാലത്തുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള അറബിയുടെ രൂപമാണിത്. വഹ്ല കബീലത്തൈ അസദിൻ വ നിസാർ. കണ്ടോ, അസദ് നിസാർ എന്നായിരിക്കുന്ന കബീലക്ക് അദ്ദേഹം കീഴ്പ്പെടുത്തിയിരുന്നു. മുലൂക്കഹും, അവർ രാജാക്കന്മാരൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഭരിച്ചത് രാജാവാകുന്നത്. പിന്നെന്താ പറഞ്ഞത്? വ ഹസമ മിദ്ഹജ് വ ഖാദിനെയും മിദ്ഹജിനെയും ആട്ടിയോടിക്കുകയും ചെയ്തു. എവിടേക്ക്? നജ്റാന്റെ അതിർത്തികളിലേക്ക് ഓടിക്കുകയും ചെയ്ത രാജാവാകുന്നു ഇമ്രുൽ ഖൈസിന്റെ ഖബറാകുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഖബറിന്റെ താഴത്ത് എഴുതി വെച്ചതാക്കാണ്. മനസ്സിലായോ? അപ്പൊ എന്താ, ഈ തെക്കൻ ഭാഷ മുമ്പ് ഇന്നത്തെ അറബി വരുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന മറ്റൊരു ലിപിയിൽ എഴുതിയ കാര്യമാണിത്. കണ്ടോ, ഇങ്ങനെയായിരുന്നു
പഴയ കാലത്ത്. ഇനി അതേമാതിരി തന്നെയാണ് ഈ വടക്കൻ ഭാഷ, അത് സമൂദി ഖത്തിലായിരുന്നു എഴുതിയിരുന്നത്. അതായത് അതിൽ കാര്യമായ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ അറബി ഭാഷയിൽ അലിഫ്ലാം ഉപയോഗിക്കുമല്ലോ, അൽ ഉപയോഗിക്കും. അതിന് പകരം അതിൽ അവരെന്താ ഉപയോഗിച്ചിരുന്നത്? അവർ ഹാന്നോ അല്ലെങ്കിൽ ഹനി എന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത്. നമ്മൾ സാധാരണ അറബിയിൽ അലിഫ്ലാം ഉപയോഗിക്കും കേട്ടോ. അൽ ജന്ന, അന്നാർ, അൽ ഖലം, അൽ മസ്ജിദ് അല്ലേ, അല്ല് ഉപയോഗിക്കും. എന്നാൽ ഈ പഴയ സമൂദി ലിപി അനുസരിച്ചുള്ള അറബിയിൽ ഉള്ള മാറ്റം എന്തായിരുന്നു? ആ അല്ലിന് പകരം അവരെന്താ ഉപയോഗിക്കുക? ഹൻ എന്നാ ഉപയോഗിക്കുക. ഹന്നി എന്ന് ഉപയോഗിക്കും, അല്ലെങ്കിൽ അവര് ഹ എന്ന് മാത്രം ഉപയോഗിക്കും. ഇതായിരുന്നു സമൂദി ഖത്തിന്റെ അറബി തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഒരു ഭാഗം. അങ്ങനെ പല സ്ഥലത്തും അതിനെ കാണപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ വെച്ചാൽ ഈ അടുത്ത കാലത്താണ് അതിനെ സംബന്ധിച്ച പഠനങ്ങൾ നടന്നിട്ട് അതിന്റെ ശരിയായ വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചുരുക്കം പറയാം. ഇനി നമ്മൾക്ക് ഈ സെമിറ്റിക് ഭാഷകൾ ഏതൊക്കെയെന്നുള്ളത് നമ്മൾ നോക്കാം. അതായത് സെമിറ്റിക് ഭാഷ എന്ന് പറയുന്നത് അല്ലുഗത്തുൽ അക്കാദിയ വൽ അറബിയ വൽ അശൂരിയ വൽ ഹിമ്യരിയ വൽ അംഹരിയ വൽ കൻആനിയ വൽ അബരിയ വൽ ആറാമിയ. കണ്ടോ? അപ്പോൾ ഇന്നത്തെ ഗവേഷകന്മാർ പഠനം നടത്തിയിട്ട് അവർക്ക് സെമിറ്റിക് ഭാഷകൾ ഏതൊക്കെയെന്ന് അവർ കണ്ടെത്തിയിരിക്കുന്ന ഏതാണ്? ഒന്ന് അക്കാദിയ ഭാഷ, അറബി ഭാഷ പെട്ടു ഒന്നതാണ് അശൂരി ഭാഷ, ഹിമ്യർ ഭാഷ, അംഹരിയ ഭാഷ, കൻആനി, അബരി, ആറാമി. അപ്പോൾ ഹിബ്രു ഭാഷയും ഈസാ നബി അലൈഹി സ്വലാമൊക്കെ സംസാരിച്ചിരുന്ന അറാമിക് ഭാഷ ഉണ്ട്. ഈസാ നബിക്ക് സംസാരിച്ചിരിക്കുന്ന ഏതാണ്? സുരിയാനി ഉണ്ടല്ലോ. സുരിയാനി എന്ന് പറഞ്ഞാൽ അറാമിക് ഭാഷയാണ്. സുരിയാനി ഭാഷ എന്ന് പറഞ്ഞാൽ ഇഞ്ചിലിന്റെ ഭാഷയാകുന്ന സുരിയാനി അറാമിക് ഭാഷ. അറാമിക് ഭാഷയാവട്ടെ, ഹിബ്രു ഭാഷ ആവട്ടെ, അതൊക്കെ തന്നെ എന്താകുന്നു സെമിറ്റിക് ഭാഷകളിൽ പെടുന്ന. നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പൊ നമ്മളെ മലയാളം എന്ന് പറഞ്ഞാൽ എന്താണ്? ആര്യഭാഷയും സംസ്കൃതവും അല്ലേ? ആര്യഭാഷയും ദ്രാവിഡ ഭാഷയുണ്ട് അല്ലേ? സംസ്കൃതവും അതുപോലെ തന്നെ ആര്യഭാഷയുടെയും സങ്കലനമാണ് നമ്മുടെ മലയാളം. അതുപോലെ പിന്നെ ഹിന്ദി അല്ല തമിഴ്, കന്നഡ കൊള്ളായിരിക്കുന്ന ദ്രാവിഡ ഭാഷകളും അത് പല കൂടിയുള്ള സങ്കലനമാണ്. ഇതുപോലെ സെമിറ്റിക് ഭാഷ എന്നുള്ളത് അവർ പറയാൻ കാരണം എന്താണ്? അതൊക്കെ ഗവേഷകന്മാർ ഈ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇതിന്റെ എല്ലാം ഇതിലൊക്കെ ഏകദേശം പദങ്ങളൊക്കെ ഏകദേശം ഒരു രൂപത്തിലാണ്. അതിന്റെ മാലി, അവന്റെ മുതാരി, ഭാവി കാലം, ഭൂതകാലം, വർത്തമാനകാലമൊക്കെ ഏകദേശം ഒരേ ശൈലിയിലാണ് ഇതിലെല്ലാം കാണുന്നത്. അതുകൊണ്ടൊക്കെ അതിന്റെ അടിത്തറ ഒന്നിലേക്കാണ് പോകുന്നത് എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പൊ പറയട്ടെ. അപ്പൊ ചുരുക്കം പറയാണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് അവ്വൽ മൻ ഫതഖ ലിസാനുഹു ബിൽ അറബിയ്യത്തിൽ മതീന ഹുവ ഇസ്മായിൽ വഹുവ ഇബ്നു 14. 14 വയസ്സുള്ളപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ് ആദ്യമായിട്ട് ശരിയായ അറബി ഭാഷ സംസാരിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വളരെ പഠന വിധേയമാക്കേണ്ട ഹദീസാണിത്. എന്നിട്ട് അതിന് ചരിത്രപരമായിട്ട് അതിന്റെ അടിത്തറ കണ്ടെത്തിയിട്ട് നമ്മൾ അതിനെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ അറബി ഭാഷ കാലാന്തരത്തിൽ നൂറുകണക്കിന് വർഷങ്ങളിലൂടെ, ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ അത് പരിണാമ ദശകളൊക്കെ പിന്നിട്ടുകൊണ്ട് അത് ഇന്ന് കാണുന്ന അറബി അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ അല്ലെങ്കിൽ പിന്നെ ഖുറൈശികളുടെ ഭാഷയായി നിലനിൽക്കുന്ന ഈ അവസ്ഥയിലേക്കെത്തി. വക്കാൻ നുസൂൽ ഖുർആൻ ഫി ദാലിക്കൽ ഫത്രത്തി ഹുവൽ ഹദസുൽ അദീം അല്ലദീ ഖല്ലദ ഇഹ്ദാ ലുഗാത്തിൽ അറബി ഹീനദാക്. പിന്നെ പരിശുദ്ധ ഖുർആൻ ഈ അറബി ഭാഷയിൽ ഇറങ്ങിയതോടുകൂടെ ആ അറബി ഭാഷ എന്നുമെന്നും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഭാഷയാക്കി മാറ്റി എന്നുള്ളതാണ്. ഏത്? പരിശുദ്ധ ഖുർആനിന്റെ ഖുറൈശികളുടെ ശൈലിയിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. ഖുറൈശികളുടെ ശൈലിയിലാണ്. അപ്പോൾ അറബി ഭാഷയിൽ തന്നെ, അറബി സാഹിത്യ ഭാഷയിൽ തന്നെ വിവിധ ഭാഷകളിൽ നിന്ന് ഖുറൈശികളുടെ ഭാഷയായ ഖുർആന്റെ ഭാഷ, ആ ഖുർആന്റെ ഭാഷയിൽ അത് കാലാകാലവും നിലനിന്നു പോരാനുള്ള കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ അത് പരിശുദ്ധ ഖുർആൻ അത് ആ ഭാഷയിൽ ഇറങ്ങിയെന്നുള്ളത് കൊണ്ടാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം അറബി ഭാഷ എന്താണ് ആരിൽ നിന്നാണ് പഠിച്ചത്? അതെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറഞ്ഞു നമ്മുടെ ഉസ്താദെ. പിന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ജുർഹും ഗോത്രക്കാരി എന്നാണ്. അത് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം പിന്നെ വളർന്നു വന്നതും ഒക്കെ ജുർഹും ഗോത്രക്കാരുടെ കൂടെയാണല്ലോ അവർ വളർന്നു വന്നത്. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അറബി ഭാഷ സ്വായത്തമാക്കി അവരൊന്ന് അറബി ഭാഷ ശരിക്കും പഠിച്ചു.
പിന്നീട് 14-ാം വയസ്സിൽ എന്ത് ചെയ്ത് അതിനെ ഒന്ന് പരിപോഷിച്ച് ശരിയായ രൂപത്തിൽ അതിനെ ഉച്ചരിക്കാൻ തുടങ്ങി എന്നുള്ള. അങ്ങനെയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ് പുതിയ, അതായത് ലുഗത്തുൽ അറബിയത്തുൽ ഫുസ്ഹ എന്ന് പറയുന്ന ഏറ്റവും സാഹിത്യ ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ്. മാത്രമല്ല ലാദ് എന്ന് പറയുന്ന അക്ഷരത്തെ ഉപയോഗിക്കുന്ന ഏക ഭാഷയും അറബി ഭാഷയാണ്. അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ലാദ് എന്നുള്ള അക്ഷരം അറബിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അൽ ലുഗത്തുൽ അറബിയ്യത്തു അവ്വലു ലുഗത്തിൻ ഫിൽ ആലമി അല്ലതി തസ്തഖ്ദിം ഹർഫൽ ലാദി. കണ്ടോ, ലാദ് ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യ ഭാഷയാണ് എന്തെന്ന് പറഞ്ഞാൽ അറബി ഭാഷ. പിന്നീട് ജപ്പാൻ ഭാഷയിലൊക്കെ ലാദ് ഉണ്ട്. അതെങ്ങനെയാണ്? ഇസ്ലാം ജപ്പാനിലേക്ക് അതായത് ജപ്പാൻ തന്നെ അല്ല, ജപ്പാനല്ല, മാറിപ്പോയി, അൽബേനിയൻ ഭാഷ. അൽബേനിയൻ ഭാഷയിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ലാദ് ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ലാദ് ഉപയോഗിച്ചത്? ഇസ്ലാം അവിടേക്ക് എത്തിയതിനു ശേഷം ഉസ്മാനികളുടെ കരങ്ങളിലൂടെ അൽബേനിയയിലും പരിസരത്തൊക്കെ ബൽക്കാനിൽ ഇസ്ലാം എത്തിയതിനു ശേഷമാണ് അവരുടെ ഭാഷയിൽ ലാദ് അവർ കൂട്ടിച്ചേർത്തത്. അതല്ലാതെ കണ്ട് ഒരു ഭാഷയിലും ലാദ് എന്ന് പറയുന്ന അക്ഷരം, മനസ്സിലായില്ലേ, ലാദ് എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ച ഒരു ഭാഷ നമുക്ക് കാണാൻ കഴിയില്ല. അറബിയിൽ മാത്രമാണ് ലാദ് ഉപയോഗിച്ചത്. അങ്ങനെ പ്രത്യേക അവർ മധുപരുണ്ട്. ആദ്യമായി ലാദ് ഉച്ചരിക്കുന്ന വിഭാഗം. ലാദ് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? അത് കുറച്ച് പ്രയാസമുണ്ട്. നമ്മൾ സാധാരണ ലാ എന്ന് പറഞ്ഞ മാതിരിയല്ല. ത്വാദ് ലാ അല്ലത്, ലാദ് സ്വാദ് ലാദ്. അപ്പോൾ ലാദ് എന്ന് പറയുമ്പോൾ എന്തായി? നാവിന്റെ സൈഡ് ഒന്നുകിൽ അത് വലത് ഭാഗത്തുള്ള അണപ്പല്ലിൽ കടിച്ചു പിടിക്കണം, അല്ലെങ്കിൽ ഇടത് ഭാഗത്തുള്ള അണപ്പല്ലിൽ കടിച്ചു പിടിക്കണം. കടിച്ചു പിടിച്ചുകൊണ്ട് പറയുന്നതാണ് ലാദ് എന്ന് പറയാം. വലല്ലാലി എന്ന് പറയുമ്പോൾ എവിടെ നാവ് വെക്കേണ്ടത്? നമ്മുടെ നാവിന്റെ സൈഡ് അണപ്പല്ലിലേക്ക് ചേർത്ത് പിടിച്ച് അതിൽ കടിച്ചു പിടിക്കും. വലല്ലാലീൻ അങ്ങനെ പറയേണ്ടത്. അല്ലാതെ ത്വാദ് ലാ ഉച്ചരിക്കുന്നത് പോലെയല്ല. അപ്പൊ അത് പ്രത്യേകിച്ച് പറയാൻ പരിശീലനം സിദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ലാദ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയും ഏതുമാകുന്നു? അറബി ഭാഷയാകുന്നു. നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നോക്കുക, അറബി ഭാഷ, പഴയ അറബി ഭാഷ എഴുതിയിരുന്നത് 2 ലിപിയിൽ, ഒന്ന് മുസ്നദി ഖത്തിൽ, ഒന്ന് സമൂദി ഖത്തിൽ. പിന്നീട് എന്ത് ചെയ്ത് അത് അറബി ഭാഷയോട് കൂടെ നെബത്തി ഖത്ത് എന്ന് പറയുന്ന നെബത്തിയ ഖത്ത് എന്ന് പറഞ്ഞ ഒരു പരിഷ്കരിച്ച ഒരു ലിപി കടന്നു വന്നു. അങ്ങനെ ആ ലിപി ഏതിന്റെ സ്ഥാനം കൈയടക്കി? സമൂദി ലിപിയെയും അതുപോലെ തന്നെ ഏത് ലിപിയെയും മുസ്നദി ലിപിയെയും കൈയടക്കിയിട്ട് അവസാനം ഏതായി തീർന്ന് അറബി ഭാഷയുടെ ഔദ്യോഗികമായ ലിപി ഏതായി തീർന്ന് നെബത്തി ഖത്തായി തീരുകയുണ്ടായി എന്നാണ്. വൈന്ദമാ ജഅൽ ഇസ്ലാമു കാനൽ ഖത്തുൽ മുസ്തഅമലു ഫീ ഖുറൈശിൻ ഹുവൽ ഖത്തുൻ നബത്തിയുൽ മുതവ്വർ. കണ്ടോ, ഇസ്ലാം വരുന്ന സന്ദർഭത്തിൽ ഖുറൈശികൾ ഉപയോഗിച്ചിരുന്ന ലിപി ഏതായിരുന്നു? നബത്തി ലിപിയായിരുന്നു. പരിഷ്കരിക്കപ്പെട്ടതായിരിക്കുന്ന നബത്തി ലിപിയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കൊക്കെ കത്ത് തന്നെ ഉപയോഗിച്ചിരുന്നതും നബത്തി ഖത്താണ്. മനസ്സിലായ സഹോദരന്മാരെ? നിങ്ങൾ കണ്ടില്ലേ പഴയ ഫോട്ടോ കോപ്പി കണ്ടില്ലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില മ്യൂസിയത്തിലൊക്കെ കാണാം, എക്സിബിഷനിലൊക്കെ കാണാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജാക്കന്മാരൊക്കെ അയച്ച കത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും, നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജാക്കന്മാർക്ക് എഴുതിയ കത്ത് എന്ന് പറഞ്ഞിട്ട് ആ കത്ത് ശരിക്കും നമ്മൾ പെട്ടെന്ന് വായിക്കാൻ കഴിയുന്നില്ല. അത് കുറച്ച് പ്രയാസപ്പെട്ടുകൊണ്ടാണ് വായിക്കാൻ പറ്റും. എന്തായി കാരണം? അത് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന രൂപത്തിലുള്ളതായ ആ ഭാഷയിലല്ല. അത് കുറച്ച് ലിപി വ്യത്യാസമുണ്ട്. അത് നബത്തി ലിപിയിലായിരുന്നു അത് എഴുതിയത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലല്ലേ? നബത്തി ലിപിയിലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഉള്ളതായിരിക്കുന്ന ഭാഷ അത് നബത്തി ലിപിയല്ല. അതാ കാനൽ ഹിജാസിൻ അവ്വൽ മൻ ഹററ അൽ ലുഗത്തുൽ അറബിയ്യത മിനൽ ഖത്തിൻ നബത്തി വബദാ യതഗയ്യറു ബിശക്ലിൻ മുതഖാരിബിൻ ഹത്താ അഹദിൽ ഉമവിയ്യീന ഹത്താ ബദാ അബുൽ അസ്വദ് ദുഅലി ബിതൻഖീത്തിൽ ഹുറൂഫി ثم അമർ അബ്ദുൽ മലിക് ബിൻ മർവാൻ ആസിം അൽ ലൈസി യഹ്യ ബിൻ യഅമുർ ബിതശ്കീൽ അൽ ഹുറൂഫി. കണ്ടോളി, ഹിജാസുകാരാണ് ആദ്യമായിട്ട് അറബി ഭാഷയെ നബത്തി ലിപിയിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വതന്ത്രമാക്കിയത്. നബത്തി ലിപിയിൽ നിന്ന് സ്വതന്ത്രമാക്കിയെടുത്തത് ഹിജാസുകാരാണ്. അങ്ങനെ പിന്നെ സാവധാനത്തിൽ
അതിങ്ങനെ മാറാൻ തുടങ്ങി. അങ്ങനെ ഉമവിയാക്കൾ വെച്ചാൽ ഉമയ്യത്തുബിന് അതായത് പിന്നെ അബൂ സുഫിയാന്റെ മക്കളായ മുആവിയ റളിയല്ലാഹു തആല സഹാബികളാണ്. അബൂ സുഫിയാൻ എന്നവരും സഹാബി തന്നെയാണ്. അബൂ സുഫിയാൻ അതുപോലെ തന്നെ അവരുടെ മകനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു അവര് പിന്നെ അടിത്തറ ഭാഗിയ ഭരണത്തിനാണ് ഉമവിയ്യ ഭരണകൂടം എന്ന് പറയുന്നത്. ഉമവിയ്യ ഭരണകൂടത്തിന്റെ കാലഘട്ടമായപ്പോഴേക്കും എന്ത് ചെയ്ത് അവര് പിന്നെ അവരുടെ കാലഘട്ടത്തില് പിന്നെ അബുൽ അസ്വദ് ദുഅലി എന്നവരെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ആ അക്ഷരങ്ങൾക്കൊക്കെ എന്തിടാൻ പറഞ്ഞു? പുള്ളി ഇടാൻ പറഞ്ഞു. അക്ഷരങ്ങൾക്ക് ബാവിന് പുള്ളി, ബാവിന് അടിയിലൊരു പുള്ളി, താവിന് മേലെ 2 പുള്ളി. അതിന് മുന്നേ എന്തുണ്ടായിരുന്നില്ല? പുള്ളിയും വരയൊന്നും ഉണ്ടായിരുന്നില്ല. ഫതഹും കസറൊക്കെ പിന്നീട് വന്നതാണ്. ഫതഹും കസറൊക്കെ പിന്നീട് വന്നതാണ്. പരിശുദ്ധ ഖുർആൻ എഴുതുമ്പോൾ ഫതഹും കസറുണ്ടോ? ഖുർആൻ ക്രോഡീകരിക്കുമ്പോൾ ഫതഹും കസറില്ല, പുള്ളിയില്ല. ഫതഹും കസറും പുള്ളിയൊന്നുമില്ല. അതൊക്കെ പിന്നീടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചേർക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഉമവിയ്യാക്കളെ കാലഘട്ടമായപ്പോൾ അബുൽ അസ്വദ് ദുഅലിയാണ് തുടങ്ങി വെച്ചത് എന്ത്? അക്ഷരങ്ങൾക്ക് എന്തിടാൻ വേണ്ടി? പുള്ളിയിടാൻ വേണ്ടിയിട്ട്. പിന്നീട് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറയുന്ന രാജാവ് ആസിമിൽ ലൈസിയെയും അതുപോലെ യഹ്യബ്നു യാമുറിനെയും പിന്നെ ഹർക്കത്തിടാൻ ഏൽപ്പിച്ചു. ഹർക്കത്തെ ഫതഹും കസറൊക്കെ അങ്ങനെ ഫബദഉ ബിഅമലി നുക്തത്തിൻ ഫൗഖൽ ഹർഫിൽ ദലാലത്തി അലാ ഫത്ഹി. അപ്പൊ അവരെന്താ ചെയ്തത്? ആദ്യമായിട്ട് അവര് പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഒരു പുള്ളി മാത്രം ഇട്ടു. അത് ഫത്ഹമല്ല അറിയിക്കാൻ. ഹർഫിന്റെ മുകളിൽ ഒരു പുള്ളി മാത്രം, അരല്ലട്ടോ, പുള്ളി മാത്രം. അത് പരിഷ്കരിച്ച് വരികയാണ്. ഇന്ന് നമ്മൾ കാണുന്ന അറബി, പിന്നെ ഹർക്കത്തെ അറബി ഉണ്ടല്ലോ, ഖുർആനിലൊക്കെ ഓതുന്ന വായിക്കുന്ന അറബി, അതിലാണ് ഇപ്പൊ ഹർക്കത്തിട്ടുള്ളത്. ഈ ഹർക്കത്തിന്റെ രൂപത്തിലൊക്കെ പിന്നീട് ഒരുപാട് ദശകങ്ങൾ പിന്നിട്ടിട്ടാണ് ആ രൂപത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ആസിമുൽ ലൈസിയെയും യഹ്യബ്നു യാമൂറിനെയും അക്ഷരങ്ങൾക്ക് പിന്നെ ഹർക്കത്തിടാൻ നിയോഗിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്ത് പിന്നെ ഫതഹാണെന്ന് അറിയിക്കാൻ വേണ്ടി അക്ഷരത്തിന്റെ മുകളിൽ ഒരു പുള്ളി, വെറും ഒരു പുള്ളി മാത്രം ഇട്ടു. മനസ്സിലായില്ലേ? പുള്ളി മാത്രം. നുക്തത്തുൻ തഹതഹു ലിദലാലത്തി അലാ കസ്രി. താഴെ ഒരു പുള്ളി ഇട്ടത് കസ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളി മാത്രം. ഇത് താഴെ കസ്റിട്ടുമ്പോ എന്താണെന്ന് അറിയിക്കാൻ, അത് പിന്നെ കസ്റാണെന്ന് അറിയിക്കാൻ താഴെ പുള്ളിയിടും, പിന്നെ ഫത്ഹാണെന്ന് അറിയിക്കാൻ മേലെയും പുള്ളിയിട്ടു. ഒനുക്തത്തുൻ അൻ ഷിമാലിഹി. പിന്നെ അതിന്റെ ഇടത് ഭാഗത്ത് എന്ത് ചെയ്തതാണ്? അക്ഷരത്തിന്റെ ഇടത് ഭാഗത്ത് ഒരു പുള്ളിയിടും, അത് ലമ്മാണെന്ന് അറിയിക്കാൻ, കുറച്ചിങ്ങോട്ട് സൈഡിലേക്കായിട്ട്. പിന്നെ അതങ്ങോട്ട് മാറിയിട്ട് പിന്നെന്തായി തീർന്ന് ആ പുള്ളി പിന്നെന്തായി? ഒരു അലിഫ്, ചെറിയൊരു അലിഫ് പോലെ എഴുതാൻ തുടങ്ങി. ആ കാലവും കഴിഞ്ഞ്. അപ്പൊ ആദ്യമായിട്ട് ഈ അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് എന്ന് പറഞ്ഞ ഫതഹിന് പകരം ഒരു പുള്ളിയായിരുന്നു ഇട്ടിരുന്നത്. കസറിന് പകരം താഴെ ഒരു പുള്ളി, ലമ്മിന് പകരം അതിന്റെ ഇടത് ഭാഗത്തിൽ അപ്പുറത്തേക്ക് സൈഡിലായിട്ട് വേറൊരു പുള്ളി. അപ്പൊ സൈഡിലായിട്ട് ഇടത് ഭാഗത്തിൽ പുള്ളി കണ്ടാൽ ലമ്മാണെന്ന്, അടി പുള്ളി കണ്ടാൽ കസറാണെന്നും, നേരെ മേലെ പുള്ളി കണ്ടാൽ അത് ഫതഹാണെന്ന് മനസ്സിലാക്കിയിട്ട് വായിക്കണം. ആ രൂപത്തിൽ ഒരു പരിഷ്കരണം നടന്നു. പിന്നീട് അതൊന്നും പിന്നെ മാറി സുമ്മ തതവ്വറൽ വളു ഇലാ വളി അലിഫിൻ സഗീറത്തിൻ മായിലത്തിൻ ഫൗഖൽ ഹർഫിനിൽ ഫത്ഹി. പിന്നീട് എന്ത് ചെയ്ത്? ഫത്ഹാണെന്ന് അക്ഷരത്തിന് മുകളിൽ ഫത്ഹാണെന്ന് അറിയാൻ വേണ്ടി ചെറിയ ഒരു അലിഫ് എന്താക്കി മരിച്ചു, ഒരു ചെരിഞ്ഞ രൂപത്തിൽ എഴുതാൻ തുടങ്ങി. കണ്ടില്ലേ നിങ്ങൾ? ചെരിഞ്ഞ രൂപത്തിൽ അത് ഒന്ന് എഴുതി കാണിക്കി ആരെങ്കിലും. കീബോർഡിൽ അതുണ്ടെങ്കിൽ ആ ഫത്ഹ് മാത്രം ഒന്ന് അങ്ങനെ കിട്ടുമോ? ചെരിഞ്ഞ രൂപത്തിൽ, അത് നേർക്ക് നേരല്ല, അലിഫിന്റെ മേലെ ചെറിയ ഒരു അലിഫ് അവർ വെക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ വയാൻ സഗീറത്തിൽ കസരി, ചെറിയൊരു യാവിനെ ചേർത്ത്, കസറിന് പകരം ഒരു ചെറിയ യാവിനെ അവരെന്ത് ചെയ്ത് ചേർത്ത് കൊടുത്ത്. അതുപോലത്തെ ലമ്മിന് പകരം ചെറിയ ബാബിനെ നിങ്ങളുടെ ചില മുസഫിലൊക്കെ കണ്ടില്ലേ? നിങ്ങൾ ചില മുസഫിലൊക്കെ കണ്ടില്ലേ? ചില മുസഫിലൊന്നും അത് കാണുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. അലിഫിന് പിന്നെ ചെറിയൊരു അലിഫിന് ഫതഹിന് പകരം ചെറിയൊരു അലിഫ് കൊടുക്കും, ചെറിയ. എന്നാൽ ഈ കസറിന് പകരം ചെറിയ യാവ് കൊടുക്കുക. അത് ആടെ യാവ് കണ്ടാൽ അവിടെ കസറാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ തന്നെ ലമ്മിന് വേണ്ടി ഒരു വാവുക കൊടുക്കുക. അതെ. പിന്നെ അതൊന്ന് മാറി ഇപ്പോൾ ഉള്ള അവസ്ഥയിലേക്ക്. ഇപ്പൊ ഫതഹും കസറും ലമ്മൊക്കെ എങ്ങനെയാണ്? ഫതഹിന് പകരം ഒരു അലിഫ് കൊടുക്കൂല. പിന്നെ അതേമാതിരി കസറിന് പകരം യാവും ലമ്മിന് പകരം വാവുക എന്ന് കൊടുത്തിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇപ്പൊ എന്തായി തീർന്നു? നമ്മളെ ശരിയായ രൂപത്തിലുള്ള ഫതഹും കസറും ലമ്മനെ
ഇന്നൊക്കെ ഇന്ന് അറബി രാജ്യങ്ങളിലും നമുക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ മുസഹഫിലുള്ള ആ എഴുത്ത് പിന്നീടാണ് പ്രചരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പരിണാമ ദശകൾ കഴിഞ്ഞിട്ടാണ് ഇന്നേയുള്ളായിരിക്കുന്ന അറബി ഭാഷ നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നത്. ഈ സാഹിത്യ ഭാഷയുടെ തുടക്കം ആരാണ് കുറിച്ചതെന്ന് ചോദിച്ചാൽ മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അറബികളുടെ അദ്നാനി അറബികളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അദ്നാനി അറബിയിലേക്കാണ് ചേർക്കപ്പെടുന്നത്. ആ അദ്നാനി അറബികളുടെ പിതാവെന്ന് അറിയപ്പെടുന്നതായ ഇസ്മായിൽ അലൈഹി സ്വലാമാണ് ആദ്യമായി സാഹിത്യ ഭാഷ അറബിയിൽ സംസാരിച്ചത്. അവരൊരു ബഹുഭാഷ പണ്ഡിതനായിരുന്നു. ഉപ്പയുടെയും ഉമ്മയുടെയും ഭാഷയ്ക്ക് പുറമെ ജുർഹും ഗോത്രക്കാരുമായിട്ടുള്ള സഹവാസത്തിലൂടെ അറബി ഭാഷ പഠിക്കുകയും അതിനെ പുരോഗമിച്ചുകൊണ്ട് അതിനെ പരിഷ്കരിച്ചുകൊണ്ട് ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയും പരിശുദ്ധ ഖുർആൻ അവരുടെ ആ ഭാഷ ഇറങ്ങുന്ന അവസ്ഥ വരേക്കും അത് എത്തി നിൽക്കുകയും ചെയ്തു. ഇതാണ് അറബി ഭാഷയെക്കുറിച്ചുകൊണ്ട് ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അതിന് 2-3 ലിപികളുണ്ടായിരുന്നു. ഒന്ന് മുസ്നദിയ ഖത്ത്, അതുപോലെ സമൂദിയ ഖത്ത്, അതുപോലെ പിന്നെ നബിത്തിയ ഖത്ത്. വടക്ക് ഭാഗത്തുള്ള സമൂദിയ ഖത്തായിരുന്നെങ്കിൽ തെക്ക് ഭാഗത്തുള്ളത് മുസ്നദിയ ഖത്തായിരുന്നു. പിന്നീട് അത് രണ്ടും ഇന്ന് അറിയപ്പെടുന്ന അറബി ഭാഷയും തമ്മിൽ കാര്യമായ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആ രണ്ട് ശൈലിയെയും കവച്ചു വെക്കുന്ന രൂപത്തിൽ നബിത്തി ഭാഷ പ്രചാരത്തിൽ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം വരുമ്പോഴൊക്കെ ആ നബിത്തി ഭാഷ ആയിരുന്നു മേൽക്കോയ്മ സ്ഥാപിച്ചിരുന്നത്. ആ ഭാഷയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും കത്തെഴുതിയിരുന്നതും സഹാബത്തൊക്കെ ഉപയോഗിച്ചിരുന്നതായിരുന്നു. പിന്നീട് വീണ്ടും അതിന് മാറ്റം വന്ന് ഉമവിയ്യ ഭരണകൂടത്തിൽ വീണ്ടും അതിന് മാറ്റം വരികയും അബുൽ അസ്വദ് ദുഅലിയോട് അതിന് അക്ഷരങ്ങൾക്ക് ഹർക്കത്തിടാൻ ഏൽപ്പിക്കുകയും ആദ്യമായിട്ട് അത് ചെറിയ അലിഫിനെ ഒരു പുള്ളിയിൽ തുടങ്ങി പിന്നെ ചെറിയ അലിഫും യാവും വാവും ആക്കി പിന്നീട് അത് ലോപിച്ചുകൊണ്ട് ഇന്ന് കാണുന്നതായ ഫത്തഹ് കസർ ദമ്മ് എന്നുള്ള രൂപത്തിൽ അത് ഭേദഗതി പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് അറബി ഭാഷയുടെ ചെറിയ രൂപം. ഇൻഷാ അല്ലാഹ് ഇതായിരുന്നു ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ ചുരുക്കം പറയാനുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയും തുടങ്ങി നമ്മൾ ബാബിലോണിയയിൽ മെസപ്പൊട്ടോമിയയിൽ എത്തി. അവിടുന്ന് പിന്നെ യമനിന്റെ തെക്ക്, അതായത് ജസീറത്തുൽ അറബിന്റെ തെക്ക് ഭാഗമായ യമനിൽ വരികയും അവിടുന്ന് ഒരു വിഭാഗം ആളുകൾ മക്കയുടെ അടുത്ത് താമസിക്കുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകനെയും കൊണ്ട് മക്കത്ത് വരുമ്പോൾ ആ ജുർഹും എന്ന് പറയുന്ന ആ ഗോത്രക്കാരുടെ അടുത്ത് താമസിക്കുകയും അവരിൽ കൂടിക്കലർന്നുകൊണ്ട് പിന്നെ അദ്നാനി എന്ന് പറയുന്ന ഒരു വംശം അവിടെ രൂപം പ്രാപിക്കുകയും അതിലൂടെ അറബികൾ ഇന്ന് അറിയപ്പെടുന്ന അറബികൾ അധിക പേരും അദ്നാനികൾ അല്ലെങ്കിൽ കഹത്താനികൾ, ഇന്നും പേരുള്ള കഹത്താനികൾ എന്ന് പേര് കബീല തന്നെ പേര് വെച്ചുകൊണ്ട് എഴുതുന്നതായ അറബികളെ കാണാൻ സാധിക്കും. അദ്നാനി എന്ന് പേര് വെച്ചുകൊണ്ട് എഴുതുന്ന അറബികളെയും കാണാൻ സാധിക്കും. ഇവരൊക്കെ വ്യത്യസ്തമായ 2 കബീലകളാണ്. എന്നുവെച്ചാൽ അദ്നാൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മകൻ കേദാറിന്റെ മകനാണ് അദ്നാൻ എന്നുള്ളത്. കഹത്താൻ എന്ന് പറയുന്നത് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ മകനാണ്. അവർക്കിടയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. 3, 4, 5 പരമ്പരകൾ കഴിഞ്ഞിട്ടുള്ള വ്യത്യാസപ്പെട്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ അവരുടെ ഇടയിലുണ്ട്. കഹത്താനികളും അദ്നാനികളിലേക്കുമാണ് അറബിൽ ആരിബയെയും കഹത്താനികളിലേക്ക് അറബിൽ ആരിബയെ ചേർക്കുമ്പോൾ അദ്നാനികളിലേക്ക് അറബുൽ മുസ്തൈരിബയെ ചേർത്തുകൊണ്ടാണ് ചരിത്രകാരന്മാർ നമ്മെ വിഷയങ്ങൾ മനസ്സിലാക്കി തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് ഈ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.